മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹോമിയോപ്പതിക് ഡ്രഗ്സ്, അതായത് ഓൾഡ് മെത്തേഡ് നോക്കുന്നുണ്ട്, ന്യൂ മെത്തേഡ് നോക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ സ്കെയിൽസ് ഓഫ് ഡൈനമൈസേഷൻ നോക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ട്രൈച്ചുറേഷൻ നോക്കുന്നുണ്ട്, പൊട്ടൻഡൈസേഷൻ നോക്കുന്നുണ്ട്. സോ ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് ഓൾഡ് ക്ലാസ് ഓഫ് മദർ ടിഞ്ചർ പ്രിപ്പറേഷൻ നോക്കാം. ഓൾഡ് ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ അത് ഹാനിമാനിയൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. അതിൽ മെയിനായിട്ടും 9 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ട് അക്കോർഡിംഗ് ടു ഹാനിമാൻ പറഞ്ഞതനുസരിച്ച് ഓരോ ക്ലാസ്സിനെയും ആ രീതിക്ക് പ്രിപ്പയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 4 ക്ലാസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് ജ്യൂസി ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്, അതായത് ഒരുപാട് ജ്യൂസ് അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ക്ലാസ് ഫസ്റ്റിൽ വരുന്നത്. ആൻഡ് ഈ ഒരു ക്ലാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡ്രഗ് ഈസ് ടു മെൻസ്ട്രം റേഷ്യോ എന്ന് പറയുന്നത് 1:1, അതായത് രണ്ടും തുല്യ അളവിൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ദ ഡ്രഗ് സ്ട്രെങ്ത്? ഡ്രഗ് സ്ട്രെങ്ത് മീൻസ് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ പ്രിപ്പറേഷനിൽ അതിൽ അടങ്ങിയിട്ടുള്ള ഡ്രഗിന്റെ സ്ട്രെങ്ത്, എത്രത്തോളം ഡ്രഗ് അടങ്ങിയിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഉണ്ട് എന്നതിന്റെ സ്ട്രെങ്ത് ആണ് ഡ്രഗ് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡ്രഗ് സ്ട്രെങ്ത് ഓഫ് ക്ലാസ് ഫസ്റ്റ് ഈസ് 1/2 ആൻഡ് ഹാനിമാൻ മെട്രിയാമെഡിക്ക പ്യൂറയിലെ ബെല്ലഡോണ എന്ന ഡ്രഗിന് കീഴിലാണ് ഈ ക്ലാസ് ഫസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, സോ ക്ലാസ് ഫസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്ലാസ് ഫസ്റ്റിൽ വരുന്ന മെഡിസിൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ മെഡിസിൻസ് ആണ് ക്ലാസ് ഫസ്റ്റിൽ വരുന്നത്? അപ്പൊ ബെല്ലഡോണയുടെ കീഴിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ ബ്രയോണിയ ക്ലാസ് ഫസ്റ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ചെമോമില്ല ക്ലാസ് ഫസ്റ്റിൽ വരുന്നതാണ്. കാലൻഡുല ക്ലാസ് ഫസ്റ്റിൽ വരുന്നതാണ്. സോ ഇങ്ങനെ കുറച്ച് മോസ്റ്റ് ജ്യൂസി ആയിട്ടുള്ള സബ്സ്റ്റൻസസ് എല്ലാം തന്നെ നമ്മൾ ക്ലാസ് ഫസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ക്ലാസ് ഫസ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ജ്യൂസി സബ്സ്റ്റൻസസ്, റേഷ്യോ 1:1, ഡ്രഗ് സ്ട്രെങ്ത് 1/2 ആണ്. ഓൾസോ ഇറ്റ് ഈസ് ഏത് ഡ്രഗിന്റെ കീഴിലാണ്? ബെല്ലഡോണ എന്ന ഡ്രഗിന്റെ കീഴിലാണ്. പ്രയോണിയ, കാലൻഡുല, ചെമോമില്ല എല്ലാം ക്ലാസ് ഫസ്റ്റിലാണ് വരുന്നത്. ക്ലാസ് 2ലേക്ക് വരുമ്പോൾ ക്ലാസ് 2 വന്നിട്ട് മോഡറേറ്റ് ആയിട്ടുള്ള ജ്യൂസി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഫസ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജ്യൂസ് ഉള്ള സബ്സ്റ്റൻസസിനെ ഉപയോഗിച്ചെങ്കിൽ 2ലേക്ക് വരുമ്പോൾ എന്താണ്, അത്രത്തോളം ജ്യൂസ് ഇല്ല, പക്ഷെ എന്നാലും മോഡറേറ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ുന്നത്. അവിടെ ഡ്രഗ് ഈസ് ടു മെൻസ്ട്രം റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഓർക്കുക, ഡ്രഗ് സ്ട്രെങ്ത് സെയിം ദാറ്റ് ഓഫ് ക്ലാസ് ഫസ്റ്റ്. ക്ലാസ് ഫസ്റ്റിനെ പോലെ തന്നെയാണ്, 1/2 ആണ് അതിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഈ ക്ലാസ് 2 എന്ന് പറയുന്നത് ഏത് ഡ്രഗിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? മെൻഷൻഡ് ഇൻ ദ തൂജ എന്ന ഡ്രഗിന് കീഴിലാണ് ഹാനിമാൻ എന്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ക്ലാസ് 2വിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. വേറെ ഏതൊക്കെ ഡ്രഗ് ആണ് നമുക്ക് ക്ലാസ് 2വിൽ പറയാൻ പറ്റുന്നത്? മെസീറിയം, വിങ്കമൈനർ, വേറെ ഏതൊക്കെയുണ്ട്? യൂഫ്രേഷ്യ, തൂജ. ഓക്കെ, അതെ. അപ്പോൾ ഈ ഡ്രഗ്സ് എല്ലാം ക്ലാസ് 2വിൽ വരുന്നതാണ്. സോ ഇസ് മെൻഷൻഡ് അണ്ടർ ദ ഡ്രഗ് തൂജ. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ വിങ്കമൈനർ, അതുപോലെ മെസീറിയം, ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. സോ ക്ലാസ് ഫസ്റ്റ് മോസ്റ്റ് ജ്യൂസി പ്ലാന്റ്, ക്ലാസ് 2 മോഡറേറ്റ് ജ്യൂസി പ്ലാന്റ്സ് ആണ്. ക്ലാസ് ഫസ്റ്റിന്റെ റേഷ്യോ എത്രയായിരുന്നു? 1:1. ദാറ്റ് ഈസ് ഡ്രഗും മെൻസ്ട്രോം നമ്മൾ ഈക്വൽ എമൗണ്ട് ആയിട്ട് ആണ് എടുത്തിരുന്നത്. ദാറ്റ് ഈസ് 1:1 റേഷ്യോ. പക്ഷേ 2ലേക്ക് വരുമ്പോൾ 3:2 റേഷ്യോയിലാണ് ഡ്രഗും മെൻസ്ട്രോവും എടുത്തിരുന്നത്. ഓക്കെ, സോ ദ റേഷ്യോ ഓഫ് ക്ലാസ് 2 ഈസ് 3:2 ആൻഡ് ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്? ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ 1/2, സെക്കൻഡിനും 1/2. സോ ക്ലാസ് ഫസ്റ്റിനും ക്ലാസ് 2വിനും, 1നും 2നും 1/2 ആണ് എന്താണ് നമ്മുടെ ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് ഫസ്റ്റ് ബെല്ലഡോണയ്ക്ക് കീഴിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് തൂജന്റെ കീഴിലാണ്. ക്ലാസ് ഫസ്റ്റിൽ നമുക്ക് ചെമോമില്ല, കാലൻഡുല, ബ്രയോണിയ ഒക്കെ പറയാം. ക്ലാസ് 2 എന്ന് പറയുമ്പോൾ അത് തൂജ, വിങ്കമൈനർ, മെസീറിയം, യൂഫ്രേഷ്യ ഒക്കെയാണ് ക്ലാസ് 2വിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലാസ് 3. ക്ലാസ് 3യിലേക്ക് വരുമ്പോൾ ലെസ് ജ്യൂസി പ്ലാന്റ്സ്, പിന്നെയും ജ്യൂസി കണ്ടന്റ് കുറഞ്ഞു വരുവാണ്. ക്ലാസ് 3യിലേക്ക് വരുമ്പോൾ
ലെസ് ജ്യൂസി പ്ലാന്റ്സ് ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1:2 റേഷ്യോ ആണ്. ദാറ്റ് ഈസ് ഒരു പാർട്ട് ഡ്രഗ് എടുത്ത് 2 പാർട്ട് മെൻസ്ട്രത്തിനോടൊപ്പമാണ് ഒരു പാർട്ട് ഡ്രഗ് ആഡ് ചെയ്യുന്നത്. ഡ്രഗ് സ്ട്രെങ്ത് 1/6 ആണ്. ഇറ്റ് ഈസ് മെൻഷൻഡ് അണ്ടർ വിച്ച് ഡ്രഗ്? കില്ല എന്ന് പറയുന്ന ഏത് ഡ്രഗിലാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്? പറയൂ. കില്ല എന്ന് പറയുന്ന ഡ്രഗിന്റെ കീഴിലാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പൾസാറ്റില പറയാം. വേറെ ഏതൊക്കെ ഡ്രഗ്സ് പറയാം? ക്ലാസ് 3 ബാപ്റ്റീഷ്യ, ബെർബറീസ്. വേറെ ഏതൊക്കെ പറയാം? പോഡോഫൈലം, പോഡോഫൈലം, റെസ്റ്റോക്സ്. ഇതെല്ലാം നമുക്ക് വരുന്നത് എവിടെയാണ്? ക്ലാസ് 3 പറഞ്ഞിരിക്കുന്നത്. സോ ക്ലാസ് 3 എന്ന് പറയുന്നത് ലെസ് ജ്യൂസി സബ്സ്റ്റൻസസ് ആണ്. റേഷ്യോ 1:2 ആണെന്ന് ഓർക്കുക. ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1/6 ആണ്. ഇറ്റ് ഇസ് മെൻഷൻഡ് അണ്ടർ വിച്ച് ഡ്രഗ്സ്? കില്ല എന്ന ഡ്രഗിന് കീഴിലാണ് ക്ലാസ് 3യെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹാനിമാൻ മെറ്റില മെഡിക്ക പ്യൂറോന്റെ കില്ല എന്ന ഡ്രഗിന് കീഴിലാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് പൾസാറ്റില, അതുപോലെ റെസ്റ്റോക്സ്, അതുപോലെ ബാപ്റ്റീഷ്യ, ബെറിബറീസ് ഒക്കെ നമുക്ക് ക്ലാസ് 3ന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി ക്ലാസ് 4ലേക്ക് വരുമ്പോൾ അപ്പോൾ ക്ലാസ് 3 ലെസ് ജ്യൂസി ആയിരുന്നു. ക്ലാസ് 4ലേക്ക് വരുമ്പോൾ ജ്യൂസി കണ്ടൻസ് ഒന്നുമില്ലാതെ നമ്മളെന്താ പറയാ, സോഴ്സസ് പഠിച്ചപ്പോൾ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് എന്താ പറയാ മെഡിസിൻസ് ഉണ്ടാക്കുന്ന ഒരുപാട് മെഡിസിൻസ് നമ്മൾ പഠിച്ചു. സോ അങ്ങനെയുള്ള ഡ്രൈഡ് സബ്സ്റ്റൻസ്, അത് പ്ലാന്റിൽ നിന്നായിക്കോട്ടെ അനിമൽസിൽ നിന്നായിക്കോട്ടെ, ഡ്രൈഡ് ആയിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസസും നമ്മൾ ക്ലാസ് 4 അക്കോർഡിംഗ് ടു ക്ലാസ് 4 ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓൾഡ് മെത്തേഡിൽ. ഓക്കെ, അപ്പൊ ഡ്രൈ പ്ലാന്റ്സ്, അതുപോലെ പ്ലാന്റ്സ് ഓർ പ്ലാന്റ് പാർട്സ്, അതുപോലെ അനിമൽസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ദ റേഷ്യോ ഓഫ് ക്ലാസ് 4 എത്രയാണ്? ക്ലാസ് 4ന്റെ റേഷ്യോ എത്രയാണ്? 1/5 റേഷ്യോയിലാണ് അതിന്റെ ഡ്രഗ് ഈസ് ടു മെൻസ്ട്രം റേഷ്യോ. ആൻഡ് ഡ്രഗ് സ്ട്രെങ്ത് ഈസ് 1/10. ആൻഡ് ക്ലാസ് 4 ഏത് ഡ്രഗിന്റെ കീഴിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? സ്പൈജീലിയ ആൻഡ് സ്റ്റാഫിസ് അഗ്രിയ എന്ന് പറയുന്ന ഡ്രഗിന്റെ കീഴിലാണ് ക്ലാസ് 4 മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് പറഞ്ഞേ. എക്സാമ്പിൾസ് ഏതൊക്കെയാ? സ്പൈഡർ ഗ്രൂപ്പ്സ്, അറേനിയ ഡൈഡിമ, ലാക്ട്രോഡക്ടസ്, ടാരന്റുല, എപ്പിസ് മെല്ലിഫിക്ക, കോഫിയ ക്രൂഡ, ഇപ്പിക്കാക്ക്, ഇതെല്ലാം നമുക്ക് വരുന്നത് നെക്സ്വമിക്ക, ഇതെല്ലാം നമുക്ക് വരുന്നത് എവിടെയാണ്? ക്ലാസ് 4 വരുന്നത്. സോ ഇതെല്ലാം നമ്മൾ പഠിച്ചപ്പോഴും പറഞ്ഞതാണ്. സോഴ്സസിൽ നമ്മൾ പറഞ്ഞാണ് ഇതെല്ലാം ഡ്രൈ ചെയ്തിട്ടാണ് ഇതിൽ നിന്നൊക്കെ മെഡിസിൻസ് ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഡ്രൈ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആൻഡ് ആനിമൽ കിങ്ഡത്തിനുള്ള എല്ലാ സോഴ്സസിനെയും നമ്മൾ ഓൾഡ് മെത്തേഡിൽ അക്കോർഡിംഗ് ടു ക്ലാസ് 4 ഉൾപ്പെടുത്തിയിട്ട് അതിൽ ഹാനിമാൻ എങ്ങനെയാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെയാണ് ആ മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ 4 ക്ലാസ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ക്ലാസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ജ്യൂസി, അത് ഒരുപാട് ജ്യൂസ് അടങ്ങിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസസിനെയാണ് ക്ലാസ് ഫസ്റ്റില്. അതിന്റെ റേഷ്യോ 1:1 ആയിരുന്നു. ഡ്രഗ് സ്ട്രെങ്ത് 1/2 ആയിരുന്നു. മെൻഷൻഡ് അണ്ടർ ദ ഡ്രഗ് ബെല്ലഡോണ. എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ചെമോമില്ല, ബ്രയോണിയ, കാലൻഡുല ഒക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ക്ലാസ് 2ലേക്ക് വരുമ്പോൾ മോഡറേറ്റ് ജ്യൂസി സബ്സ്റ്റൻസസ്, റേഷ്യോ 3:2, ഡ്രഗ് സ്ട്രെങ്ത് 1/2 ആയിരുന്നു. മെൻഷൻഡ് അണ്ടർ തൂജ. എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? പിങ്ക മൈനർ, അതുപോലെ തന്നെ മെസീറിയം, ഇതൊക്കെയാണ് തൂജ, ഇതൊക്കെയാണ് അതിന്റെ പിന്നെ നമ്മുടെ ക്ലാസ് 2ന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ക്ലാസ് 3ലേക്ക് വരുമ്പോൾ ലെസ് ജ്യൂസി സബ്സ്റ്റൻസസ് ആണ്. റേഷ്യോ 1:2 ആണ്. ഡ്രഗ് സ്ട്രെങ്ത് 1/6 ആണ്. മെൻഷൻഡ് അണ്ടർ ദ ഡ്രഗ് കില്ല ഇൻ ദ മെറ്റില മെഡിക്ക പ്യൂറ. ആൻഡ് എക്സാമ്പിൾസ് ആർ പൾസാറ്റില, ബെറിബറീസ്, ബാപ്റ്റീഷ്യ, റെസ്റ്റോക്സ്, സ്ക്വില്ല ഒക്കെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ക്ലാസ് 4 ഡ്രൈ plant and animal parts are used in class 4. Ratio 1:5 ആണ്. Drug strength 1/10 ആണ്. And it is mentioned under Pygelia and Staphylos aureus in Mettler medica pura. And examples are സ്പൈഡർ ഗ്രൂപ്പ് എല്ലാം ഈ പറഞ്ഞ പോലെ പറയാം. നമ്മുടെ ടെറൻഡുലയും ലാക്ട്രോഡക്ടസും അറേനിയ ഡൈഡിമ ഇതെല്ലാം പറയാം. അത് കൂടാതെ കോഫിയ ക്രൂഡ, ഇപ്പിക്കാക്ക്, പിന്നെ ആരൊക്കെയുണ്ട്? ഇഗ്നേഷ്യ, അതുപോലെ തന്നെ എപ്പിസ് മെല്ലിഫിക്ക, ഇതെല്ലാം നമുക്ക് ക്ലാസ് 4ന്റെ കീഴിൽ വരുന്ന ഡ്രഗ്സ് ആണ്.
ഓക്കെ. സോ ക്ലാസ് ഫസ്റ്റിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയായിരുന്നു? പറയും എല്ലാവരും എന്നാ. 1/2. 1/2 ഡ്രഗ് സ്ട്രെങ്ത് ഉള്ള ക്ലാസ് ഏതൊക്കെ ക്ലാസ്സിനാണ് 1/2 ഡ്രഗ് സ്ട്രെങ്ത് വരുന്നത്? ക്ലാസ് 1ഉം 2. ക്ലാസ് 1ഉം 2. ഓക്കെ. അപ്പം ക്ലാസ് 1ന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? 1ന് ഒരു 2-3 എക്സാമ്പിൾസ്. ബെലഡോണ, അക്കണൈറ്റ്, ചെലിഡോണിയം, കലൻഡുല ഒക്കെ നമ്മൾ ക്ലാസ് ഫസ്റ്റിലെ വരുന്നത്. ക്ലാസ് 2-ല് പറയുന്ന ഏതാണ്? ക്ലാസ് 2-നെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്തേ. ക്ലാസ് 2ന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്, റേഷ്യോ എത്രയാണ്, ഏത് ഡ്രഗിലാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനത്തെ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നത്, എല്ലാം ഒന്ന് പറഞ്ഞു. ഡ്രഗ് സ്ട്രെങ്ത് 3:2, ഡ്രഗ് പവർ 1/2. 1/2 മെൻഷൻ ഡർ തൂജ. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? തൂജ, മെസീരിയം, ഫ്രേഷ്യ, യെസ്, വിങ്ക മൈനർ, സാംബ്രൂക്കസ്, സാംബുകസ്, ടബാക്കം ഒക്കെ നമുക്ക് പറയാം. ക്ലാസ് 3-ലെ എങ്ങനത്തെ സബ്സ്റ്റൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലെസ് ജ്യൂസി പ്ലാന്റ്, ലെസ് ജ്യൂസി പ്ലാന്റ്. റേഷ്യോ 1:2, 1:6. ഡ്രഗ് പവർ. ഏത് ഡ്രഗിന് കീഴിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ക്വില്ല. എക്സാമ്പിൾസ് പറഞ്ഞേ. ബാപ്റ്റീഷ്യ, ബെർബറിസ്, പൾസേറ്റില, പോഡോഫൈല, റെസ്റ്റോക്സ്. ഹൈപ്പറിക്കം. ക്ലാസ് 4-ൽ ഏതൊക്കെയാ വരുന്നത്? ക്ലാസ് 4-ല് എങ്ങനത്തെ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡ്രൈഡ് വെജിറ്റബിൾസ് ആൻഡ് അനിമൽ സബ്സ്റ്റൻസ്. ഓക്കെ. അപ്പൊ റേഷ്യോ എത്രയായിരുന്നു ക്ലാസ് 4-ന്റെ? 1:5. ഡ്രഗ് സ്ട്രെങ്ത് 1/10. 1/10. ഏത് ഡ്രഗിനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? സ്പൈജീലിയ ആൻഡ് സ്റ്റാഫിസാഗ്രിയ. സ്റ്റാഫിസാഗ്രിയ. എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? നെക്സോമിക്ക, നെസ്മോസ്, ഇപ്പിക്കാക്, ഇഗ്നേഷ്യ, ലൈക്കോപോഡിയം, ബൊബിച്ച, ടാരന്റുല, പെർലിയോൺ, കോഫിയ, ചൈന, സില. ഓക്കെ. അപ്പൊ ഇത്രയാണ് ആദ്യത്തെ 4 ക്ലാസ്. ഇനി നമുക്ക് ക്ലാസ് 5A, 5B, 6A, 6B, അതായത് ക്ലാസ് 5 6 ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 5നെ നമ്മൾ 5A എന്നും B എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6നെ നമ്മൾ 6A എന്നും 6B എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിന്റെ ബേസിസിലാണ് ഈ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞേ? ക്ലാസ് 5 എങ്ങനത്തെ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നത്? സോളിബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോളിബിൾ ആയി വാട്ടറിന്റെ സോളിബിലിറ്റി വെച്ചിട്ടാണ് ക്ലാസ് 5-ൽ പറയുന്നത്. അപ്പൊ 6-ലാണെങ്കിലോ? ആൽക്കഹോൾ. ആൽക്കഹോളിലുള്ള അതിന്റെ സോളിബിലിറ്റി വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോ ഈ 5നെയും 6നെയും എഗൈൻ എ എന്നും ബി എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഈസിലി സോളിബിൾ. എ ഗ്രൂപ്പിൽ വരുന്നത് എങ്ങനെയാണ്? ഈസിലി സോളിബിൾ. ആൻഡ് ബി ഗ്രൂപ്പിൽ വരുന്നത് ഗ്രേറ്റർ ക്വാണ്ടിറ്റി സോളിബിൾ ആവും. ഗ്രേറ്റർ ക്വാണ്ടിറ്റി മാത്രം സോളിബിൾ ആവുന്നത്. അതെ. അപ്പോൾ ക്ലാസ് 5, ക്ലാസ് 6. ക്ലാസ് 5 എന്ന് പറയുന്നത് വാട്ടറിലുള്ള സോളിബിലിറ്റി വെച്ചിട്ടാണ് അങ്ങനെയുള്ള ഡ്രഗ്സിനെ സെലക്ട് ചെയ്തിട്ട് ആ ഡ്രഗ്സിന് എടുക്കുമ്പോഴും അതിലും വാട്ടറിൽ പെട്ടെന്ന് സോളിബിൾ ആവുന്ന ഡ്രഗ്സും ഉണ്ട്, ഒരുപാട് എമൗണ്ട് ഓഫ് വാട്ടറിൽ മാത്രം സോളിബിൾ ആവുന്ന ഡ്രഗ്സും ഉണ്ട്. സോ അതിന്റെ ബേസിസിൽ 5നെ 5A എന്നും 5B എന്നും ഡിവൈഡ് ചെയ്തു. സിമിലർലി 6 എന്ന് പറയുമ്പോൾ ആൽക്കഹോളിലുള്ള അതിന്റെ ഒരു സോളിബിലിറ്റി വെച്ചിട്ടാണ് പറയുന്നത്. അതും ഈസിലി സോളിബിൾ ആയിട്ടുള്ള ഡ്രഗ് സബ്സ്റ്റൻസസിനെ എല്ലാം എ ഗ്രൂപ്പിലേക്കും ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ആൽക്കഹോളിൽ സോളിബിൾ ആവുന്ന ഡ്രഗ്സിനെ എല്ലാം ബി ഗ്രൂപ്പിലേക്കും ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ അപ്പൊ ക്ലാസ് 5 is divided into 5A, 5B. 6 is divided into 6A, 6B. Class 5 എന്ന് പറയുന്നത് based on the solubility in water and class 6 എന്ന് പറയുന്നത് soluble in alcohol അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ക്ലാസ് 6A റേഷ്യോ എത്രയാണ്? ക്ലാസ് 5A റേഷ്യോ എത്രയാണ്? 6 അല്ല, 5A റേഷ്യോ എത്രയാണ്? 1:10. 1:10 എന്നൊരു റേഷ്യോ പഠിച്ചിട്ടുണ്ടോ? 1:9 റേഷ്യോ ആണ്. ഡ്രഗ് സ്ട്രെങ്ത് ആണ് 1/10. ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചത്. ഡ്രഗ് സ്ട്രെങ്ത് ആണ് 1/10 എന്ന് പറയുന്നത്. ഓക്കെ.
ഓക്കെ, അപ്പം ക്ലാസ് 5A റേഷ്യോ 1:9 ആണ്. ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1/10 ആണ്. ഈ ക്ലാസ് 5A ഒരു 2-3 എക്സാമ്പിൾസ് പറയാവോ? ക്ലാസ് 5A നാട്രമ്യൂർ ഇതിലുണ്ട്. നാട്രമ്യൂർ, Acetic acid, നാട്രമ്യൂർ, muriatic ഓക്സാലിക് acid, നൈട്രിക് മ്യൂറിയാറ്റിക് ആസിഡ്, ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് പറയാം. ഇതെല്ലാം നമുക്ക് ഏതിൽ വരുന്നതാണ്? ക്ലാസ് 5A വരുന്നതാണ്. സോ ക്ലാസ് 5A എന്ന് പറയുമ്പോൾ അത് അക്വസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. ദാറ്റ് ഈസ് വാട്ടറിൽ ഈസിലി സോല്യൂബിൾ ആവുന്ന ഡ്രഗ് സബ്സ്റ്റൻസസിനെയാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ റേഷ്യോ 1:9 റേഷ്യോയിലാണ് എടുക്കുന്നത്. ഡ്രഗ് സ്ട്രെങ്ത് 1/10 ആണ് ഡ്രഗ് സ്ട്രെങ്ത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, മ്യൂറിയാറ്റിക് ആസിഡ്, നാട്രമ്യൂർ, അതുപോലെ തന്നെ ഓക്സാലിക് ആസിഡ്, ഇങ്ങനെയുള്ള കുറച്ച് ആസിഡ്സും ഒക്കെ നമുക്ക് ഏതിൽ വരുന്നതാണ്? 5A ഗ്രൂപ്പിൽ വരുന്നതാണ്. 5Bയിലേക്ക് വരുമ്പോൾ 5Bന്റെ റേഷ്യോ എത്രയാണ്? 1:99. 1:99 ആണ്. ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്? 1/100. 1/100. 5Bന്റെ എക്സാമ്പിൾസ് ഒന്ന് ഒരു 3-4 എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു. Calibyke, കാലിബൈക്ക്, വേറെ ആൻറ്റിം ടാർട്ട്, ആന്റിം ടാർട്ട്, വേറെ picric acid, പിക്രിക് ആസിഡ്. ഓക്കെ, അപ്പൊ കാലിബൈക്ക്, ആന്റിം ടാർട്ട്, പിക്രിക് ആസിഡ് ഇതെല്ലാം നമുക്ക് ക്ലാസ് 5Bയിൽ വരുന്നതാണ്. സോ ക്ലാസ് 5A റേഷ്യോ 1:9, 5B റേഷ്യോ 1:99. സോ ബി ഗ്രൂപ്പുകൾക്കെല്ലാം 1:99 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. 1:9 ആണെന്നും എ ഗ്രൂപ്പുകൾക്കെല്ലാം റേഷ്യോ 1:9 ആണെന്നും ഓർത്തിരിക്കുക. ഇപ്പൊ 5A ആയാലും 6A ആയാലും അതിന്റെ റേഷ്യോ 1:9 ആണ്. 5B ആയാലും 6B ആയാലും അതിന്റെ റേഷ്യോ 1:99 ആണ്. ഓക്കെ, ഇനി ക്ലാസ് എ ഗ്രൂപ്പിന്റെയൊക്കെ ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1/10 ബി ഗ്രൂപ്പിനൊക്കെ 1/100 ഡ്രഗ് സ്ട്രെങ്ത് എന്നും ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഓർത്തിരിക്കുക. സോ ഇനി നമുക്ക് ക്ലാസ് 6Aയിലേക്ക് വരാം. അപ്പൊ 6A ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റേഷ്യോ എത്രയാണ്? റേഷ്യോ എത്രയാണ്? 1:9. അവിടെ നമ്മൾ ആൽക്കഹോളിന്റെ സോലിബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഡ്രഗ് സബ്സ്റ്റൻസസിനെ യൂസ് ചെയ്യുന്നത്. ഈസിലി സോലിബിൾ ആയിട്ടുള്ള ഡ്രഗ് സബ്സ്റ്റൻസ് എല്ലാം 6Aയിലാണ്. 1:9 എന്ന് പറയുന്ന റേഷ്യോയിലാണ് മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഡ്രഗ് സ്ട്രെങ്ത് 1/10 ആണെന്നുള്ളത് ഓർക്കുക. അതിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഈ 6Aക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ക്യാൻഫോറ പറഞ്ഞു. വേറെ ഗോയാക്കം വരും. വേറെ ഏതാ വരുന്നത്? ക്യാൻഫോറ, ഏതാണ്? Abies nigra. എബിസ് നൈഗ്ര. ഓക്കെ, എബിസ് നൈഗ്ര, ക്യാംഫോറ, ഗോയക്കം ഇതെല്ലാം 6Aയിൽ വരുന്ന 6Aയിൽ പെട്ട മെഡിസിൻസ് ആണ്. ഇനി 6Bയിലേക്ക് വരുമ്പോൾ റേഷ്യോ 1:99, ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആണ്. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമ്മുടെ 6Bക്ക് എക്സാമ്പിൾസ് സൾഫർ വരുന്നുണ്ട്. വേറെ ഏതൊക്കെ വരുന്നുണ്ട്? സൾഫർ അല്ലാതെ വേറെ ഏതാണ്? അയഡം വരുന്നുണ്ട്. വേറെ ആരും എന്തോ പറഞ്ഞു, ഞാൻ കേട്ടില്ല അത്. സോറിനം ഉണ്ട്, അയോഡം ഉണ്ട്, സൾഫർ ഉണ്ട്. വേറെ ഏതുണ്ട്? ക്രിയോസോട്ടം. ഓക്കെ, അപ്പൊ ക്രിയോസോട്ടം, സോറിനം, സൾഫർ, അയഡം ഇതെല്ലാം 6Bയിൽ പെടുന്ന മെഡിസിൻസ് ആണ്. സോ നമുക്ക് 5A എന്ന് പറയുമ്പോൾ വാട്ടറിലുള്ള സോലിബിലിറ്റിയാണ് പറയുന്നത്. റേഷ്യോ 1:9, ഡ്രഗ് സ്ട്രെങ്ത് 1/10. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ്, പിക്രിക് ആസിഡ്, നാട്രമ്യൂർ ഇതെല്ലാം ക്ലാസ് 5Aയിൽ പെടുന്നതാണ്. 5B എന്ന് പറയുമ്പോൾ 1:99 റേഷ്യോ ആണ്. ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആണ്. 5Bന്റെ എക്സാമ്പിൾ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? കാലിബൈക്ക് പറഞ്ഞു. വേറെ ഏതൊക്കെയാ പറഞ്ഞേ? 5Bക്ക് ഏതൊക്കെയാ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞേ? Anti-tartar, calibyke, picric acid.
ഓക്കെ. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ്, പിക്രിക് ആസിഡ് ഇതെല്ലാം നമുക്ക് 5Bന്റെ എക്സാമ്പിൾ ആണ്. then 6Aയിലെ റേഷ്യോ 1:9 ആണ്. അതിന്റെ ഡ്രഗ് സ്ട്രെങ്ത് 1/10 ആണ്. ക്യാംഫറ, അതുപോലെ തന്നെ ഏബിസ് നൈഗ്ര, ഗോയേക്കം ഇതെല്ലാം നമുക്ക് 6Aയിൽ വരുന്നതാണ്. 6Bയിലേക്ക് വരുമ്പോൾ റേഷ്യോ 1:99, അതുപോലെ ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആണ്. എക്സാമ്പിൾസ് ആർ സൾഫർ, അയോഡം, സോറിനം, ഇതെല്ലാം തന്നെ 6Bയിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 7, ക്ലാസ് 7 ആണ് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് 7 എന്ന് പറയുമ്പോഴത്തേക്ക് 1:9, അതായത് ഇപ്പം ഡെസിമൽ സ്കെയിലും സെന്റിസിമൽ സ്കെയിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഇൻ ഡെസിമൽ സ്കെയിൽ അവരുടെ റേഷ്യോ 1:9 ആണ്. ആൻഡ് ഇൻ സെന്റിസിമൽ സ്കെയിൽ ദർ റേഷ്യോ ഈസ് 1:99. സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ ക്ലാസ് 7? 7ന്റെ എക്സാമ്പിൾസ് പറഞ്ഞേക്ക്. 7 സെപ്പിയ, ആർസെനിക്കം, ആർസെനിക്കം ആൽബം. ആർസെനിക്കം എന്ന് പറയുന്ന ഡ്രഗിന്റെ കീഴിലാണ് ഈ ഒരു ക്ലാസ് 7നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ആർസെനിക് ആൽബം, കാൽക്കേരിയ കാർബ്, വേറെ ഏതൊക്കെ പറയാം? സെപ്പിയ, സെപ്പിയ, പിന്നെ വേറെ കാർബോവെജ്, സ്പോഞ്ചിയ, സ്പോഞ്ചിയ, കാർബോ വെച്ച്, പിന്നെ ഗ്രാഫൈറ്റിസ്. ഗ്രാഫൈറ്റീസ്. അപ്പൊ ഇതെല്ലാം തന്നെ ക്ലാസ് 7ൽ പെടുന്ന മെഡിസിൻസ് ആണ്. സോ decimal scale 1:9 and centesimal scale 1:99 is the ratio. Calcarea carb, sepia, carbovich, graphitis ഇതെല്ലാം നമ്മുടെ ക്ലാസ് 7ന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി ക്ലാസ് 8ലേക്ക് വരുമ്പോൾ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? അല്ല, ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1/100 ആണ്. ഈ 7, 8, 9 ഇതിന്റെ എല്ലാം ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആണ്. ഓക്കെ, ഇനി ക്ലാസ് 7ന്റെ ഈ ഒരു റേഷ്യോ എത്രയാണ്? ക്ലാസ് 7 യൂസ് ചെയ്യുന്ന റേഷ്യോ പറഞ്ഞു. സ്ലൈഡിൽ തെറ്റിയാ കിടക്കുന്നത്, അത് നോക്കി പറയരുത് ആരും. ഞാൻ PPT ഇടുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടിടാം. സ്ലൈഡ് അത് ക്ലാസ് 8ന്റെ റേഷ്യോ എത്രയാണ്? ക്ലാസ് 8ൽ എങ്ങനത്തെ സബ്സ്റ്റൻസസ് ആ യൂസ് ചെയ്യുന്നത്? ലിക്വിഡ്, ട്രൈച്ചുറേഷൻ ഓഫ് ലിക്വിഡ് മെഡിക്കൽ മെഡിസിൻ സബ്സ്റ്റൻസസ്. ലിക്വിഡ് മെഡിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ക്ലാസ് 8ൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് എങ്ങനത്തെയാ? മറ്റേ ഇത് പോയിസൺസ്, മറ്റേ ഏതാണ്? പോയിസൺസ്, നമ്മുടെ പോയിസൺസ്, നമ്മുടെ വെനംസ്, നോസോട്സ് ഒക്കെയാണ് ഈ ഒരു ക്ലാസ് 8ൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ റേഷ്യോ എത്രയാണ്? ഏത് റേഷ്യോയിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്? 1:9 1:99. അതെ, ഡെസിമൽ സ്കെയിൽ ആണെങ്കിൽ 1:9, സെന്റിസിമൽ സ്കെയിൽ ആണെങ്കിൽ 1:99 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് ക്ലാസ് 8 പ്രിപ്പയർ ചെയ്യുന്നത്. വെനംസ്, അതുപോലെ നോസോട്സ് ഒക്കെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഡിസിൻസ് എന്ന് പറയുന്നത്. ലാക്കസിൻ, ആച, ലൈസിൻ, മാലാൻഡ്രിനം, പെട്രോളിയം, ബുഫോറാണ ഇങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം നമുക്ക് വരുന്നത് ക്ലാസ്. അപ്പോൾ ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻ ആണെങ്കിൽ അത് ക്ലാസ് 8 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിന്റെ റേഷ്യോ എത്രയായിരുന്നു? 1:9 ആൻഡ് 1:99 ആണ്. അത് ഒന്ന് ഡെസിമൽ സ്കെയിലും മറ്റേത് സെന്റിസിമൽ സ്കെയിലും ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഡ്രഗ് സ്ട്രെങ്ത് 1/100 ഫോർ 7, 8 and 9 ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1/100 തന്നെയാണ്. ആൻഡ് ക്ലാസ് 9ലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ദ റേഷ്യോ? ക്ലാസ് 9 2:9 2:9 2:99. 1:9 അല്ല, 2:9 2:99 നമ്മൾ ക്ലാസ് 9ന് എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത്. ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആണ്. അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അഗാരിക്കസ്, അനാകാർഡിയം ഓറിയന്റൽ, ആന്ത്രാസീനം, മെഡോറിനം, സിഫിലിനം ഒക്കെ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് സോറിനം വരുമോ? ക്ലാസ് 9 ഇതിപ്പോ ചില ബുക്സിൽ ഞാൻ കണ്ടിട്ടുള്ളത് സോറിനം ക്ലാസ് 6Bയിലാണ് കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലതിൽ ഇങ്ങനെ ക്ലാസ് 9ലാന്നുള്ളത് കിടക്കുന്ന കണ്ടു. ഞാനതിവിടെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ഞാനത് ക്ലാരിഫൈ ചെയ്തിട്ട് ഇന്ന് തന്നെ പറയാം. ആരോടെങ്കിലും ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, അതുപോലെ ഡോക്ടർ ഈ അലോസും അലോസ് ശരിക്കും 7 ആണോ 4 ആണോ?
അത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് പറയാം. ഈ ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലാരിഫൈ ചെയ്ത് ഇന്ന് തന്നെ പറയാം. ഓക്കെ. അത് പല ബുക്കിൽ പല രീതിയിലാണ് കിടക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ പോലെയല്ല പല സ്റ്റഡി മെറ്റീരിയൽസിലും കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്. അത് എനിക്കും ഡൗട്ടുള്ള കാര്യമായിരുന്നു. ഞാനത് ക്ലാരിഫൈ ചെയ്തിട്ട് ഇന്ന് തന്നെ പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ 9 ക്ലാസ്സസ് ആണ് നമുക്കുള്ളത്. ക്ലാസ് 1 എന്ന് പറയുന്നത് മോസ്റ്റ് ജ്യൂസി സബ്സ്റ്റൻസസ്, റേഷ്യോ 1:1, ഡ്രഗ് സ്ട്രെങ്ത് 1/2, ഇൻക്ലൂഡഡ് ഇൻ ബെല്ലഡോണ. പിന്നെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, അക്കോണൈറ്റ്, ബ്രയോണിയ, കലൻഡുല, ചമോമില്ല, ചെലഡോണിയം, ഇതെല്ലാം ക്ലാസ് 1 ആണ്. ക്ലാസ് 2 മോഡറേറ്റ് ജ്യൂസി പ്ലാൻ, റേഷ്യോ 3:2, ഡ്രഗ് സ്ട്രെങ്ത് 1/2, ഇൻക്ലൂഡഡ് ഇൻ തൂജ എന്ന് പറയുന്ന ഡ്രഗിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതർ എക്സാമ്പിൾസ് ആർ വിങ്ക മൈനർ, യൂഫ്രേഷ്യ, ടബാക്കം. ഇതെല്ലാം തന്നെ നമുക്ക് 2-ൽ വരുന്നതാണ്. അതുപോലെ തന്നെ 3-ലേക്ക് വരികയാണെങ്കിൽ ക്ലാസ് 3 എന്ന് പറയുമ്പോൾ ലെസ് ജ്യൂസി പ്ലാന്റ്സ് ആണ്. റേഷ്യോ 1:2, ഡ്രഗ് സ്ട്രെങ്ത് 1/6, മെൻഷൻഡ് ഇൻ സ്കില്ല. എക്സാമ്പിൾസ് ആർ പൾസാറ്റില, സ്കില്ല, അതുപോലെ തന്നെ റെസ്റ്റോക്സ്. ഇതെല്ലാം തന്നെ നമുക്ക് ക്ലാസ് 3-ൽ വരുന്നതാണ്. പോഡോഫില്ലം, ഇതെല്ലാം ക്ലാസ് 3-ൽ വരുന്നതാണ്. ക്ലാസ് 4 എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് അനിമൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. 1:5 റേഷ്യോ, ഡ്രഗ് സ്ട്രെങ്ത് 1/10, നെക്സ് വൊമിക്ക, നെക്സ് മൊസ്കീറ്റ, എപ്പിസ്, കോഫിയ ക്രൂഡ, അതുപോലെ ടെറൻറ്റുല, ഇങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ്, സീനാക്, ഇങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് ഒക്കെ നമ്മൾ ഈ ക്ലാസ് 4-ലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് 5 എന്ന് പറയുന്നത് സോലിബിലിറ്റി ഇൻ വാട്ടറിന്റെ ബേസിസിലാണ്. again divided into 5A and 5B. 5A easily soluble in water and 5B is greater quantity of water-ൽ മാത്രം soluble ആവുന്ന ഡ്രഗ്സ്. 5A ratio 1:9, drug strength 1/10. then examples are sulfuric acid, അതുപോലെ തന്നെ നാട്രം മ്യൂറ്, ഓക്സാലിക് ആസിഡ്, ഇതെല്ലാം 5A-യിൽ വരുന്നതാണ്. 5B-യിലേക്ക് വരുമ്പോൾ 1:99 റേഷ്യോ, ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആണ്. അതുപോലെ തന്നെ എക്സാമ്പിൾസ് പറഞ്ഞത് നമ്മൾ കാലിബൈക്ക് പറഞ്ഞു, പിക്രിക് ആസിഡ് പറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് ക്ലാസ് 5B-യിലാണ്. ക്ലാസ് 6A ബേസ്ഡ് ഓൺ ദ സോലിബിലിറ്റി ഇൻ ആൽക്കഹോൾ, റേഷ്യോ 1:9, ഡ്രഗ് സ്ട്രെങ്ത് 1/10 ആണ്. ക്യാംഫറ, ഗോയേക്കം, എബിസ് നൈഗ്ര പോലുള്ള ഡ്രഗ്സ് ആണ് ക്ലാസ് 6A-യിൽ വരുന്നത്. ക്ലാസ് 6B-യിൽ നമ്മൾ 1:99 എന്ന് പറയുന്ന റേഷ്യോ ആണ്. സൾഫർ, അയോഡം, ഇങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് ആണ് നമുക്ക്. സോറിനം, ഇതെല്ലാം ക്ലാസ് 6B-യിൽ. പക്ഷെ അത് ഞാൻ സോറിനത്തിന്റെ കാര്യം ഞാൻ ക്ലാരിഫൈ ചെയ്ത് പറയാം. മേ ബി എനിക്ക് തോന്നുന്നു സോറിനം എന്തായാലും 9-ൽ വരാനാണ് സാധ്യത കാണുന്നത്. കാരണം നമ്മൾ ഇതിനു മുമ്പ് നോക്കിയ ഡ്രഗ്സിലൊന്നും നമ്മൾ വലുതായിട്ട് നോസോട്സ് ഒന്നും, അതായത് ഒരു 6ാമത്തെ ക്ലാസ് വരെ നമ്മൾ നോസോട്സ് ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. ഒരു 8th ക്ലാസ് തൊട്ടാണ് നമ്മൾ നോസോട്സിലേക്ക് വന്നിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു മേ ബി 9-ൽ തന്നെ ആയിരിക്കും സോറിനം വരാനുള്ള സാധ്യത കാണുന്നത്. എന്തായാലും അതല്ല ഇനി 6A-യിലാണെന്നുള്ളത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് പറയാം. ഓക്കെ. ക്യാംഫോറ, അയോഡം, ക്ലാസ് 6B, സൾഫർ, അയോഡം, ഇതൊക്കെയാണ് ക്ലാസ് 6B-യിൽ വരുന്നത്. ക്ലാസ് 7 എന്ന് പറയുമ്പോൾ അതിന്റെ റേഷ്യോ ഇൻ ഡെസിമൽ സ്കെയിൽ 1:9 ആൻഡ് സെന്റിസിമൽ സ്കെയിൽ 1:99. വിച്ച് ആർ ദ ഡ്രഗ് മെൻഷൻഡ്? കാൽക്കേരിയ, കാർബ് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ കാർബോ വെജ്, സെപ്പിയ, ഇതെല്ലാം നമ്മൾ ക്ലാസ് 7-ലാണ് പറഞ്ഞത്. ക്ലാസ് 8 എന്ന് പറയുമ്പോൾ അതിന്റെ ഡ്രഗ് സ്ട്രെങ്ത് ആണ് 1/100. റേഷ്യോ എന്ന് പറയുന്നത് ഇൻ ദ ഡെസിമൽ സ്കെയിൽ 1:9 ആണ്. സെന്റിസിമൽ സ്കെയിൽ ആണെങ്കിൽ 1:99 ആണ്. ലാക്സീസ്, നാജ, മാലാൻഡ്രിനം, പെട്രോളിയം, ബുഫോറാന, ലൈസിൻ, ഇതൊക്കെ നമുക്ക് മെഡിസിൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് ഓൾ വെനംസ് ആൻഡ് നോസോട്സ് ആർ മോസ്റ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് 8 എന്നുള്ളത് ഓർത്ത് വെക്കുക. കുറച്ച് മാത്രമാണ് 9-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറെക്കുറയും 8-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 9-ലേക്ക് വരുമ്പോൾ റേഷ്യോ 2:9 ആൻഡ് 2:99. 1:99 അല്ല, 2:9 2:99 ആണ്. ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആണ്. എക്സാമ്പിൾസ് ആർ അഗാരിക്കസ്, അനാകാർഡിയം, കാർസിനോസിൻ, ആന്ത്രാസീനം, മെഡോറിനം, ഇങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് ആണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഓൾഡ് മെത്തേഡിൽ പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ പുതിയ മെത്തേഡിലേക്ക് വരുമ്പോൾ, ന്യൂ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻ, അതിലേക്ക് വരുമ്പോൾ ഫാർമക്കോപ്പിയ
അക്കോർഡിംഗ് ടു ഫാർമക്കോപ്പിയ ഓർ ആസ് പെർ ഫാർമക്കോപ്പിയ നമ്മൾ ഈ മദർ ടിഞ്ചേഴ്സ് നമ്മൾ നേരത്തെ എടുത്ത കാര്യങ്ങൾ, അതായത് ആദ്യത്തെ 4 ക്ലാസ്സിൽ വരുന്ന മദർ ടിഞ്ചേഴ്സ്, അതുപോലെ 5ലും 6ലും നമുക്ക് മദർ സൊല്യൂഷൻസ് അങ്ങനത്തെ സബ്സ്റ്റൻസ്, അപ്പൊ മദർ സൊല്യൂഷൻസ് ആയിക്കോട്ടെ, പിന്നെ 7 തൊട്ട് 9 വരെ വരുന്ന ട്രൈച്ചുറേഷൻസ് ആയിക്കോട്ടെ. സോ മദർ ടിഞ്ചേഴ്സ് ആയിക്കോട്ടെ, മദർ സൊല്യൂഷൻസ് ആയിക്കോട്ടെ, ട്രൈച്ചുറേഷൻസ് ആയിക്കോട്ടെ, ആസ് പെർ ഫാർമക്കോപ്പിയ ന്യൂ മെത്തേഡിലാണെങ്കിൽ എല്ലാം ഡെസിമൽ സ്കെയിലിലാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. All are standardized in decimal scale, and according to new method, all the drugs are having uniform drug strength. എല്ലാ ഡ്രഗിനും ഒരേ യൂണിഫോം ഡ്രഗ് സ്ട്രെങ്ത് ആണ് എന്നാണ് പറയുന്നത്. 1/10 എന്ന് പറയുന്ന യൂണിഫോം ഡ്രഗ് സ്ട്രെങ്തിലാണ് എല്ലാ മെഡിസിൻസും, അതിപ്പോ ഏത് കാറ്റഗറിയിൽ പെടുന്ന മെഡിസിൻ ആയാലും, മദർ ടിഞ്ചർ ആയിക്കോട്ടെ, മദർ സൊല്യൂഷൻസ് ആയിക്കോട്ടെ, ട്രൈച്ചുറേഷൻസ് ആയിക്കോട്ടെ, അക്കോർഡിംഗ് ടു ഫാർമക്കോപ്പിയ എല്ലാം ഡെസിമൽ സ്കെയിലിൽ മാത്രമാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. ആൻഡ് ഓൾ മെഡിസിൻസ് ഹാവ് യൂണിഫോം ഡ്രഗ് സ്ട്രെങ്ത് ഓഫ് 1/10. ഓക്കെ, ന്യൂ മെത്തേഡിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ക്ലാസ്സസ് ആയിട്ടൊന്നുമല്ല, 2 മെത്തേഡ്സ് ആണ്. അക്കോർഡിംഗ് ടു ന്യൂ മെത്തേഡ് മെഡിസിൻസ് ആർ പ്രിപ്പയർഡ് ബൈ 2 മെത്തേഡ്. ഏതൊക്കെയാണ്? മാസറേഷനും പെർക്കൊലേഷനും. ഓക്കെ, മാസറേഷനും പെർക്കൊലേഷനുമാണ്. മാസറേഷനിലേക്ക് വരുമ്പോൾ, മാസറേഷനിൽ എങ്ങനത്തെ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നത്, എത്ര സമയമാണ് മാസറേഷൻ എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. മാസറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ വളരെ ഹാർഡ് ആയിട്ടുള്ള ഗമ്മി മ്യൂസിലേജിനസ് സബ്സ്റ്റൻസസിനെയാണ് മാസറേഷനിൽ ഉപയോഗിക്കുന്നത്. അതിപ്പോ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നായാലും അനിമൽ കിങ്ഡത്തിൽ നിന്നായാലും വളരെ ഹാർഡ് ആയിട്ടുള്ള ഗമ്മി മ്യൂസിലേജിനസ് സബ്സ്റ്റൻസസ് എല്ലാം നമ്മൾ മാസറേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് ഡ്രഗിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വിസിഡ് ജ്യൂസ് അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് നമ്മൾ മാസറേഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്ന ആ ഒരു ആൽക്കഹോൾ ഉണ്ടല്ലോ, ആൽക്കഹോളിനെ കൃത്യമായിട്ട് വലിച്ചെടുക്കില്ല, അതിൽ ആൽക്കഹോൾ അതിലേക്ക് ആഴത്തിൽ ഇറങ്ങത്തില്ല. സോ അത് കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മെഡിസിൻ പ്രിപ്പറേഷൻ പോസിബിൾ ആവത്തില്ല. അതുകൊണ്ട് മാസറേഷനിൽ എടുക്കുന്നത് ഹാർഡ് ഗമ്മി മ്യൂസിലേജിനസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഇനി 2 to 4 weeks ആണ് മാസറേഷൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. സോ എത്രത്തോളം സമയം എടുത്തിട്ടാണ് 2 മുതൽ 4 ആഴ്ച വരെ ഈ ഒരു നമ്മൾ മാസറേഷന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 to 4 weeks ആണ്. അതുപോലെ തന്നെ 2 മുതൽ 4 വീക്ക് വരെ അതിന്റെ ടൈമാന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു ജാറിനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തേക്കണം. ഇപ്പൊ നമ്മളൊരു മെഡിസിൻ എടുത്തായാലും മെഡിസിൻ നമ്മളൊന്ന് ഷേക്ക് ചെയ്തിട്ടല്ലേ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ മാസറേഷന് വേണ്ടി വെച്ചേക്കുന്ന മെഡിസിൻ അത് നമ്മൾ 4 ആഴ്ച വരെ കഴിയുമ്പോൾ മാത്രമേ അതിന്റെ ഒരു സ്ട്രെങ്ത്, അതിന്റെ മെഡിസിനൽ പവർ, അതിന്റെ വീര്യം കൂടി അതൊരു ഡ്രഗ് ആയിട്ട് വരത്തുള്ളൂ. പക്ഷെ അത് നമ്മൾ എല്ലാ ദിവസവും ഒന്ന് മിക്സ് ചെയ്താൽ മാത്രമേ അതിന്റെ ആ ഒരു അടിയിലേക്ക് അടിഞ്ഞുകൂടി കിടക്കുന്ന പാട്ടെല്ലാം ഒന്നും കൂടി നല്ല തറഫ്ലി മിക്സ് ആവത്തുള്ളൂ. സോ ഇൻ മാസറേഷൻ ഹാർഡ് ഗമ്മി മ്യൂസിലേജിനസ് സബ്സ്റ്റൻസസ് of both vegetable and animal kingdom were used, and 2 to 4 weeks ആണ് നമ്മൾ അതിനെടുക്കുന്ന ടൈം. അതുപോലെ തന്നെ ജാർ ബീങ് ഷേക്കൺ പവർഫുള്ളി once daily. ഇനി വിസിഡ് ആയിട്ടുള്ള ജ്യൂസ് ഉള്ളത് അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ യൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? they do not allow alcohol to penetrate and permeate rapidly. സോ അതിന്റെ കാരണം കൊണ്ടാണ് അങ്ങനത്തെ സബ്സ്റ്റൻസസ് മാസറേഷന് യൂസ് ചെയ്യാത്തത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പെർക്കൊലേഷൻ. പെർക്കൊലേഷനിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡ്രഗ് സബ്സ്റ്റൻസസ്, ടൈപ്പ് ഓഫ് ഡ്രഗ് സബ്സ്റ്റൻസസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ നോൺ ഗമ്മി ആയിട്ടുള്ള, നോൺ മ്യൂസിലേജിനസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് നമ്മൾ പെർക്കൊലേഷനിൽ യൂസ് ചെയ്യുന്നത്. സോ പെർക്കൊലേഷനിൽ സോഫ്റ്റ്, നോൺ ഗമ്മി, നോൺ മ്യൂസിലേജിനസ് സബ്സ്റ്റൻസസ് ടേക്കൺ ഫ്രം വെജിറ്റബിൾ ആൻഡ് അനിമൽ കിങ്ഡം. അതിന് നമ്മൾ പെർക്കൊലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പെർക്കൊലേഷൻ ചെയ്യുന്നത്. ഈ പെർക്കൊലേറ്റേഴ്സ് എന്ന് പറയുമ്പം ഗ്ലാസ്, കോപ്പർ, സ്റ്റെയിൻലെസ് സ്റ്റീല്, പോർസിലിൻ, ഇങ്ങനെ പല മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ പെർക്കൊലേറ്റേഴ്സ് ഉണ്ട്. സോ പെർക്കൊലേഷന് യൂസ് ചെയ്യുന്ന മെഷീനാണ് നമ്മൾ പെർക്കൊലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പെർക്കൊലേറ്ററിൽ നിന്ന്, അതൊരു മെഷീൻ ആയതുകൊണ്ട് നമുക്ക് 24 hours മതിയാകും. അതിൽ നിന്ന് നമ്മൾ ടിഞ്ചർ നമുക്ക് കളക്ട് ചെയ്യാൻ 24 hours മതിയാകും.
പക്ഷെ മാസറേഷൻ എന്ന് പറയുന്നത് ഒരു മാനുവൽ പ്രോസസ്സാണ്. സോ അവിടെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിന്റെ എഫക്റ്റ്, അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് അതിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു 2 to 4 വീക്സ് എങ്കിലും മിനിമം എടുക്കും. പക്ഷെ പെർക്കുലേഷനിൽ അങ്ങനെയല്ല, 24 hours മതി നമുക്ക് ടിഞ്ചറിനെ കളക്ട് ചെയ്യാനായിട്ട്. സോ ടൈം ടേക്കൺ ഇൻ പെർക്കുലേഷൻ ഈസ് 24 hours ആൻഡ് മാസറേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 to 4 വീക്സ് ആണെന്നുള്ളത് ഓർക്കുക. സോ അക്കോർഡിംഗ് ടു ന്യൂ മെത്തേഡ്, വാട്ട് ഈസ് ദ ന്യൂ മെത്തേഡില് ഡ്രഗ് സ്ട്രെങ്ത് എത്രയാ പറയുന്നത്? 1/10. 1/10. നമ്മൾ ഏത് സ്കെയിലിലാണ് ന്യൂ മെത്തേഡിൽ പ്രിപ്പറേഷൻ നടത്തുന്നത് ഡ്രഗ്സിനെ? ഏതോ ഒരു സ്കെയിൽ മാത്രമേ ഏത് സ്കെയിലാണ്? ഡെസിമൽ സ്കെയിലിലാണ്. ആൻഡ് ഏതൊക്കെ മെത്തേഡ്സ് ആണ് ന്യൂ മെത്തേഡിൽ ഉപയോഗിക്കുന്നത്? 2 മെത്തേഡ്സ് പറഞ്ഞു. മാസറേഷൻ ആൻഡ് പെർക്കുലേഷൻ. മാസറേഷൻ ആൻഡ് പെർക്കുലേഷൻ. മാസറേഷനിൽ എങ്ങനത്തെ സബ്സ്റ്റൻസസ് ആ യൂസ് ചെയ്യുന്നത്? ഹാർഡ് ഗമ്മി ഓക്കെ. അപ്പൊ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ജ്യൂസും ഫാറ്റും ഉള്ള സബ്സ്റ്റൻസിന് യൂസ് ചെയ്യാത്ത എന്തുകൊണ്ടാ? ആൽക്കഹോള് പാസ് ചെയ്യുന്നത്, അതായത് പാസ് ചെയ്യും പക്ഷെ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് അതിനെ യൂസ് ചെയ്യാത്തത്. വളരെ സ്ലോ ആയിട്ട് മാത്രമേ പെനിട്രേറ്റ് ചെയ്യുള്ളൂ ആൽക്കഹോള്. അതുപോലെ ടൈം എത്രയാണ് മാസറേഷന്റെ? 2 to 4 വീക്സ്. 2 to 4 വീക്സ് ആണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ. പെർക്കുലേഷനിലേക്ക് വരുമ്പോൾ നേരെ നമ്മൾ മാസറേഷനിൽ എടുത്ത സബ്സ്റ്റൻസസ് ഒരിക്കലും പെർക്കുലേഷനിൽ എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എടുക്കാൻ പറ്റാത്ത സബ്സ്റ്റൻസ് ആണ് നമ്മൾ പെർക്കുലേഷനിലേക്ക് വരുമ്പോൾ. സോഫ്റ്റ് നോൺ ഗമ്മി നോൺ മ്യൂസിലേജിനസ് സബ്സ്റ്റൻസസ് ഓഫ് വെജിറ്റബിൾ ആൻഡ് അനിമൽ കിങ്ഡം. പെർക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനറിയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 24 hours ആണ് ഇതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് മെൻസ്ട്രം, എന്താണ് മാഗ്മ, എന്താണ് മിയർ എന്നുള്ളത് നോക്കാം. വാട്ട് ഈസ് മെൻസ്ട്രം? എന്താണ് മെൻസ്ട്രം? നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഡ്രഗ് ഈസ് ടു മെൻസ്ട്രം റേഷ്യോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ഈ മെൻസ്ട്രം? അതിനെ ഡിസോൾവ് ചെയ്യിക്കുന്ന ആ ഒരു ഇത്, ആ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ലിക്വിഡ്. സബ്സ്റ്റൻസിനെ അതായത് നമ്മൾ ഒരു അതെന്തിനു വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾ അതിലേക്ക് ഡിസോൾവ് ചെയ്യിക്കുന്നത്? അതിന്റെ ആ ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ലിക്വിഡ് ആണ് മെൻസ്ട്രം എന്ന് പറയുന്നത്. ഒരു ലിക്വിഡ് ആണ്, ക്യാപ്പബിൾ ഓഫ് പെനിട്രേറ്റ് ചെയ്ത് നമ്മൾ അതൊരു ഡ്രഗ് സബ്സ്റ്റൻസിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ, അത് പ്ലാന്റ് ആയിക്കോട്ടെ അനിമൽ ആയിക്കോട്ടെ, ഡ്രഗ് സബ്സ്റ്റൻസിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ഈ ലിക്വിഡ് അതിനുള്ളിലേക്ക് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് അതിനകത്തുള്ള ആക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ എല്ലാം എന്താ പറയുക, ആക്റ്റീവ് ആക്കുന്നു. അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഡ്രഗിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അത് മെൻസ്ട്രത്തിനെ സാധിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് നോൺ ആസ് മെൻസ്ട്രം. ഇറ്റ് ഈസ് എ ലിക്വിഡ് വിച്ച് ഈസ് capable of penetrating the tissues of plants and animal substances and are capable of dissolving the active principles. ആക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പോയി ഡിസോൾവ് ചെയ്ത് ആ ഡ്രഗിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡ്രഗിൻ്റെതായിട്ടുള്ള സിംറ്റമറ്റോളജി കിട്ടാൻ സഹായിക്കുന്നത് മെൻസ്ട്രം ആണ്. Then what is മിയർ? എന്താണ് മിയർ എന്ന് പറയുന്നത്? എന്താണ് മിയർ? നമ്മൾ ഒരു മാസറേഷനും പെർക്കുലേഷനും നമ്മൾ ഡ്രഗ്സ് മെറ്റീരിയൽസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രഗ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തു. ആ ഡ്രഗ് മെറ്റീരിയൽസിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ജ്യൂസും എക്സ്പ്രസ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഇനർട്ടായിട്ടുള്ള, അതായത് ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇല്ലാത്ത കുറച്ച് എന്താ പറയുക ഫൈബ്രനസ് ഇൻസോലിബിൾ മെറ്റീരിയൽ നമുക്ക് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് മിയർ. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പം വീട്ടിലാണെങ്കിൽ നമ്മളൊരു തുളസി ഇല ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചാറ് മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ചിങ്ങനെ ബാക്കി വരുന്ന ടേസ്റ്റ് ഇല്ല. അതിന്റെ ആ ഒരു ചാറൊന്നും ഇല്ലാത്ത ഒരു തരത്തിലുള്ള മെഡിസിൻ പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു ഇത് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ മിയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദേ ആർ ദ ഇനർട്ട് ഫൈബ്രസ് insoluble material remaining after the expression of juice from drug material after maceration and percolation. Then what is magma? എന്താണ് magma? എന്താണ് magma? പറയൂ. അവിടെ ഉണ്ടല്ലോ, എഴുതിയിട്ടുണ്ടല്ലോ, ഒന്ന് പറയൂ. What do you make a magma? Soft duffy mass. The thick residue of soft duffy mass resulting from the expression of fluid part of the substance. അതായത് ഒരു ഡ്രഗ് സബ്സ്റ്റൻസിന്റെ ഫ്ലൂയിഡ് പാർട്ടില് നമ്മൾ
എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സോഫ്റ്റ് ഡെഫി മാസ് ആണ് മാഗ്മ എന്നാണ് പറയുന്നത്. അതിൽ നിന്നൊരു തിക്ക് റെസിഡ്യൂ നമുക്ക് കിട്ടും, അതിനെയാണ് മാഗ്മ എന്നാണ് പറയുന്നത്. സോ മെൻസ്ട്രം, മിയർ, മാഗ്മ ഇത് മൂന്നും അറിഞ്ഞിരിക്കേണ്ട, അതായത് നമ്മളെ ന്യൂ മെത്തേഡിലേക്ക് വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ മെൻസ്ട്രം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. It is a liquid capable of penetrating the tissues of plants or animal substances and are capable of dissolving the active principles. Okay, ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ ഒരു ന്യൂ മെത്തേഡിൽ ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എല്ലാ ഡ്രഗ്സിനും യൂണിഫോം ഡ്രഗ് സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞു, 1/10 ആണെന്ന് പറഞ്ഞു. ആൻഡ് ഡെസിമൽ സ്കെയിലാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ഡ്രഗ്സിന് കുറച്ച് എക്സെപ്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അതായത് 1/10 എന്ന് പറയുന്ന ഡ്രഗ് സ്ട്രെങ്ത് ഇല്ലാത്ത, ഡ്രഗ് സ്ട്രെങ്തിൽ പെടാത്ത കുറച്ച് ഡ്രഗ്സ്, കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഈസ് കോസ്റ്റിക്കം. കോസ്റ്റിക്കത്തിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്? കോസ്റ്റിക്കം 1/2. അതുപോലെ തന്നെ 1/20 ഡ്രഗ് സ്ട്രെങ്തിൽ വരുന്ന 2 ഡ്രഗ്സ് ആണ് കാക്ടസും മോസ്കസും. സോ മോസ്കസ് ആൻഡ് കാക്ടസ് രണ്ടിലും 1/20 ആണ്. സോ 1/2 കോസ്റ്റിക്കം, 1/20 കാക്ടസും മോസ്കസും ആണ്. ഇനി 1/100 വരുന്ന കുറച്ച് സ്നേക്ക് വെനംസും കുറച്ച് കെമിക്കൽസും കുറച്ച് ആർസനിക് കോമ്പൗണ്ട്സും നോസോട്സും വരുന്നുണ്ട്. അതിൽ 1/100 വരുന്ന സ്നേക്ക് വെനംസ് ഏതൊക്കെയാണ്? ഏതൊക്കെ സ്നേക്ക് മെഡിസിൻസിലാണ് 1/100 ഡ്രഗ് സ്ട്രെങ്ത് അക്കോർഡിംഗ് ടു ന്യൂ മെത്തേഡ്? എക്സെപ്ഷൻസ് പറയുന്നതാണ്. അത് ഏതൊക്കെയാണ്? 1/100 വരുന്ന സ്നേക്ക് ഡ്രഗ്സ് ഏതൊക്കെയാണ്? നാജ, പിന്നെ വേറെ ഏതൊക്കെയാണ്? ക്രോട്ടാലസ്, ഇലാപ്സ്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, നാജ, വൈപ്പറ. ഓക്കെ, ഈ 4 സ്നേക്ക് മെഡിസിൻസിനും നമുക്ക് 1/100 എന്ന് പറയുന്ന ഒരു ഡ്രഗ് സ്ട്രെങ്ത് ആണ് വരുന്നത് ന്യൂ മെത്തേഡിൽ. ഓക്കെ, 1/10 അല്ല. നാജയുടെ ചോദിച്ചാലും വൈപ്പറ ചോദിച്ചാലും ക്രോട്ടാലസ് ചോദിച്ചാലും ഇലാപ്സ് ചോദിച്ചാലും ഇതിന് അക്കോർഡിംഗ് ടു ന്യൂ മെത്തേഡിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എന്താന്ന് ചോദിച്ചാൽ 1/10 അല്ല, 1/100 ആണുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ കാക്ടസിന്റെയും മോസ്കസിന്റെയും 1/20 ആണുള്ളത് മറക്കരുത്. 1/2 ആണ് കോസ്റ്റിക്കത്തിനെന്നും ഓർത്ത് വെക്കാം. ഇനി ഏതൊക്കെ കെമിക്കൽസിനാണ് നമുക്ക് 1/100 വരുന്നത്? കെമിക്കൽസ്, കുറച്ച് രാസവസ്തുക്കൾക്ക് 1/100 പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? Citric acid, പിക്രിക് ആസിഡ്, ക്ലോണോയിൻ, അതുപോലെ താഴേക്ക് വരൂ, കാലിയാർസ്, അതുപോലെ തന്നെ കാൽക്കേരിയ ആർസ്, നാട്രമാർസ്. ഓക്കെ, കാലിയാർസ്, കാൽക്കേരിയ ആർസ്, നേട്രമാർസ് ഇതിനെല്ലാം തന്നെ നമുക്ക് 1/100 ഡ്രഗ് സ്ട്രെങ്ത് വരുന്ന കുറച്ച് കെമിക്കൽസ് ആണ്. ഓക്കെ, അപ്പം പിക്രിക് ആസിഡ്, ക്ലോണോയിൻ, കാലി ആർസനിക്, കാൽക്കേരിയ ആർസനിക്, നാട്രം ആർസനിക് ഇതെല്ലാം 1/100 വരുന്ന കെമിക്കൽസ് ആണ്. ഈ കുറച്ച് ആർസനിക് കോമ്പൗണ്ട്സ് വരുന്നുണ്ട് ഈ 1/100. അത് ഏതൊക്കെയാണ്? പറയൂ, ആർസനിക് കോമ്പൗണ്ട്സ് arsenicum album, ആർസനിക്കം ആൽബം, ആർസനിക് ആൽബം ഓർത്ത് വെക്കുക, ആർസയോഡ് ഓർത്ത് വെക്കുക, ആർസനിക്കം മെറ്റാലിക്ക ഓർത്ത് വെക്കുക. ഇത് മൂന്നുമെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് മൂന്നും നമ്മൾ ഓർത്ത് വെക്കുക. അത് കൂടാതെ ആർസനിക്കം സൾഫർ ഫ്ലേവം വരുന്നുണ്ട്, ആർസനിക്കം സൾഫ്യൂരിക്കം റൂബ്രം വരുന്നുണ്ട്. അത് രണ്ടും ഓർക്കണം എന്നില്ല, ബാക്കിയുള്ള മെഡിസിൻസ് ഓർത്ത് വെക്കുക. സോ 1/100 ഡ്രഗ് സ്ട്രെങ്ത് വരുന്ന മെഡിസിൻസ് ഏതൊക്കെയാണ്? നാജ, വൈപ്പേറ, ക്രോട്ടാലസ്, ഇലാപ്സ്, പിക്രിക് ആസിഡ്, ക്ലോണോയിൻ, കാലിയാർസ്, കാൽക്കേരിയ ആർസ്, നേട്രം ആർസ്, ആർസനിക്കം മെറ്റാലിക്കം, ആർസനിക്കം ഐഡേറ്റം, ആർസനിക്കം ആൽബം. ഇത്രയും മെഡിസിൻസ്. പിന്നെ നോസോട്സ് പറയുന്നുണ്ട്, ഒരു 3 നോസോട്സിന് 1/100 ആണ്. മെഡോറിനം, ഡിഫ്തീരിനം ആൻഡ് ട്യൂബർകുലിനം. ഇങ്ങനെ 3 മെഡിസിൻസിന് മാത്രമാണ് 1/100 എന്ന് പറയുന്ന ഡ്രഗ് സ്ട്രെങ്ത് അക്കോർഡിംഗ് ടു ന്യൂ മെത്തേഡ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? നാജ, വൈപ്പേറ, ക്രോട്ടാലസ്, ഇലാപ്സ്, പിക്രിക് ആസിഡ്, ക്ലോണോയിൻ, കാലിയാർസ്, കാൽക്കേരിയ ആർസ്, നേട്രം ആർസ്, ആർസനിക്കം മെറ്റാലിക്കം, ആർസനിക്കം ഐഡേറ്റം, ആർസനിക്കം ആൽബം, മെഡോറിനം, ഡിഫ്തീരിനം ആൻഡ് ഓൾസോ ട്യൂബർകുലിനം. ഓക്കെ, ഇനി ഫോസ്ഫറസിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയായിരുന്നു? അക്കോർഡിംഗ് ടു ന്യൂ മെത്തേഡ് വാട്ട് ഈസ് ദ ഡ്രഗ് സ്ട്രെങ്ത്? 1/657. അതാണ്
667 ആണ് ഫോസ്ഫറസിന്റെ അതൊരു എക്സെപ്ഷൻ. നമുക്കിങ്ങനെ സീറോസ് ഒന്നും വരാത്തോണ്ട് ഒരു കാണാനും ഒരു എന്താ പറയാ ഒരു വ്യത്യസ്തത തോന്നുന്ന ഒരു ഡ്രഗ് സ്ട്രെങ്ത് ആണ് ഫോസ്ഫറസിന്റേത് 1/667. ഓക്കെ, 667 ആണ് ഫോസ്ഫറസിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി 1/1000 ഡ്രഗ് സ്ട്രെങ്ത് വരുന്നത് ഏതൊക്കെ മെഡിസിൻസിനാണ് 1/1000 എന്ന് പറയുന്ന ഡ്രഗ് സ്ട്രെങ്ത് വരുന്നത്? Buforanum, Chlorinum, ക്ലോറിനം, അതുപോലെ തന്നെ ഹിപ്യൂറിക്, ബുഫോറാനെയും ക്ലോറിനും ഓർത്ത് വെച്ചാൽ മതി. ബാക്കി മെഡിസിൻസ് ഒന്നും അതിൽ മൈൻഡ് ചെയ്യേ വേണ്ട. ഓക്കെ, ബുഫോറാണ്, ക്ലോറിനം, ഇത് രണ്ടും 1/1000 ആണ്. 1/5000 ഏതാണ്? Sulfur, സൾഫർ. അപ്പോ 1/2 ആണ് കോസ്റ്റിക്കം, 1/20 കാക്ടസ് ആൻഡ് മോസ്കസ്, 1/100 വരുന്ന ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. നാജ, വൈപ്പെറ, ക്രോട്ടാലസ്, ഇലാക്സ്, പിക്രിക് ആസിഡ്, ക്ലോണോയിനം, പിന്നെ കുറച്ച് കെമിക്കൽസ് വരുന്നുണ്ട്. നമ്മൾ ആർസെനിക്കം ആൽബം, ആർസെനിക്കം അയഡേം, അതുപോലെ കാലിയാർസ്, കാൽക്കേരിയാർസ്, നാട്രോമാർസ്, മെഡോറിനം, ഡിഫ്തീരിനം, ട്യൂബർകുലിനം, ഇതെല്ലാം 1/100 ആണുള്ളത് ഓർത്തു വെക്കാം. ഇനി ഫോസ്ഫറസിൻ്റെത് 1/667 ആണ്. 1/1000 ബുഫോയും ക്ലോറിനവും ആണെന്ന് ഓർത്തു വെക്കുക. 1/5000 സൾഫർ ആണുള്ളതും ഓർത്തു വെക്കുക. സോ ഇത് നമുക്ക് അക്കോർഡിംഗ് ടു ന്യൂ മെത്തേഡ് കുറച്ച് എക്സെപ്ഷൻസ് ഡ്രഗ് സ്ട്രെങ്ത് വരുന്ന കുറച്ച് മെഡിസിൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സ്കെയിൽസ് ഓഫ് ഡൈനമൈസേഷനിലേക്കാണ്. സോ നമ്മൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ മൊത്തം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്കെയിൽസ് ഓഫ് ഡൈനമൈസേഷൻ. സോ നമ്മൾ ഡ്രഗ്സിനെ ഡൈനമൈസ് ചെയ്യുക മീൻസ് ഡ്രഗ്സിന്റെ അതിലുള്ള ആ ഒരു ഡ്രഗ് പവറിനെ നമ്മൾ എന്താ പറയാ യൂണിഫോമിലി ആ ഡ്രഗ് മൊത്തം ഈക്വൽ ആയിട്ട് അതിനെ ഡൈനമൈസ് ചെയ്താക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഡൈനമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹോമിയോപ്പതിയില് ഡ്രഗ്സിനെ ഡൈനമൈസ് ചെയ്യാൻ മെയിൻലി നമുക്ക് 3 മെത്തേഡ്സ് ആണ്, 3 രീതിയിൽ നമുക്ക് ഡ്രഗ്സിനെ ഡൈനമൈസ് ചെയ്യാം. ഒന്നെങ്കിൽ സെന്റിസിമൽ സ്കെയിലിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡെസിമൽ സ്കെയിലിൽ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ LM സ്കെയിൽ അഥവാ 50 മില്ലിസിമൽ സ്കെയിലിലും നമുക്ക് ഡ്രഗ്സിനെ ഡൈനമൈസ് ചെയ്യാൻ സാധിക്കും. അതിൽ ആദ്യത്തെയാണ് സെന്റിസിമൽ സ്കെയിൽ. ഹു ഇൻട്രൊഡ്യൂസ് സെന്റിസിമൽ സ്കെയിൽ? സെന്റിസിമൽ സ്കെയിൽ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? Hahnemann, ഹാനിമാൻ ആദ്യമായിട്ട് സെന്റിസിമൽ സ്കെയിലിനെ കുറിച്ച് പറയുന്നത് ഓർഗനോൺ ഓഫ് മെഡിസിന്റെ ഏത് എഡിഷനിലാണ്? ഫിഫ്ത് എഡിഷനിലാണ് ഹാനിമാൻ സെന്റിസിമൽ സ്കെയിലിനെ കുറിച്ച് ആദ്യമായിട്ട് ഓർഗനോണിൽ മെൻഷൻ ചെയ്തത്. ഇനി ഏത് അഫോർസത്തിലാണ് ഹാനിമാൻ അതിനെ ഫിഫ്ത് എഡിഷനിൽ ഏത് അഫോർസത്തിലാ പറയുന്നത്? 270 അഫോർസത്തിലാണ്. അതിനെ നമ്മൾ സെന്റിസിമൽ സ്കെയിലിനെ നമ്മൾ C എന്നോ CH എന്നോ ഒക്കെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റേഷ്യോ ഇൻ സെന്റിസിമൽ സ്കെയിൽ? 1:99 റേഷ്യോ ആണ് സെന്റിസിമൽ സ്കെയിലിൽ വരുന്നത്. സോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹാനിമാൻ ഇൻ ദ 5th എഡിഷൻ ഓഫ് ഓർഗനോൺ ഓഫ് മെഡിസിൻ. അത് മെൻഷൻ ചെയ്തിരിക്കുന്ന അഫോറിസം 270 ആണ്. C or CH എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, അതിനെ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ റേഷ്യോ ഈസ് 1:99. The next is centesimal scale. Centesimal scale ആണ് ഡെസിമൽ സ്കെയിൽ. ഡെസിമൽ സ്കെയിലിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഹെറിങ് ആണ്. ഡോക്ടർ കോൺസ്റ്റന്റൈൻ ഹെറിങ് ആണ്. ഹെറിങ് ആണ് ആദ്യമായിട്ട് ഡെസിമൽ സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 1836 വെഹിസ്മേയർ എന്ന ഡോക്ടർ വെഹിസ്മേയറും ഇതിനെ കുറിച്ച് കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ കാര്യങ്ങൾ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഹെറിങ് തന്നെയാണ്. ഓക്കെ, ഇനി ഡെസിമൽ സ്കെയിലിനെ നമ്മൾ എക്സ് അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ റേഷ്യോ ഡെസിമൽ അല്ലേ, സോ 1:9 എന്ന് പറയുന്ന റേഷ്യോ ആണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് 50 മില്ലിസിമൽ പൊട്ടൻസി. 50 മില്ലിസിമൽ പൊട്ടൻസി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഹാനിമാൻ തന്നെയാണ്. അപ്പൊ ഹാനിമാൻ സെന്റിസിമൽ സ്കെയിലും 50 മില്ലിസിമൽ സ്കെയിലും കൊണ്ടുവന്നു. സെന്റിസിമൽ സ്കെയിലിനെ കുറിച്ച് ഹാനിമാൻ പറഞ്ഞത് 5th എഡിഷനിൽ അഫോറിസം 270 പക്ഷേ 50 മില്ലിസിമലിനെ കുറിച്ച് ഹാനിമാൻ പറഞ്ഞത് 6th എഡിഷനിൽ അഫോറിസം 270 ദാറ്റ് ഈസ് അഫോറിസം 270 6th എഡിഷനിലായപ്പോ ഹാനിമാൻ അതിലേക്ക്
50 മില്ലിസ്മെൽ പൊട്ടൻസി കൂടി കൂട്ടിച്ചേർത്തു. ഓക്കെ, 50 മില്ലിസ്മെൽ പൊട്ടൻസി എന്നുള്ള വേർഡ് ആദ്യമായിട്ട് ടേം ചെയ്തത് ആരാണ്? അങ്ങനെ ഒരു വേർഡ് കൊണ്ടുവന്നത് ആരാണ്? 50 മില്ലിസ്മെൽ, ഡോക്ടർ പിയറിംഗ് സ്മിത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് 50. ഇനി 50 മില്ലിസ്മെൽ പ്രിപ്പറേഷൻ നമുക്ക് അടുത്ത് പഠിക്കണം. 50 മില്ലിസ്മെൽ എന്ന് പറയുമ്പോൾ ഹാനിമാൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻ ദ 6th എഡിഷൻ ഓഫ് ഓർഗനോൺ ഓഫ് മെഡിസിൻ അഫോറിസം 270 ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ പിയറി ഷ്മിത്ത് ആണ്. അതിന് ആദ്യമായിട്ട് ആ ഒരു വേർഡിനെ അങ്ങനെ ടേം ചെയ്തത് ഡോക്ടർ പിയറി ഷ്മിത്ത് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ 50 മില്ലിസ്മെല്ലിന്റെ എങ്ങനെയൊക്കെയാണ് 0/1, 0/2, 0/3 അങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ LM പൊട്ടൻസി എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് LM1, അതായത് ഡിജിറ്റ് ആയിട്ട് 1, 2 ഒക്കെ ഡിജിറ്റ് ആയിട്ട് ആ രീതിയിൽ നമുക്ക് എന്താ പറയുക ഡിസിഗ്നേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സിൽ LM1, LM2, LM3 ഇങ്ങനെ നമുക്ക് പോവാം. അല്ലെങ്കിൽ 0/1, 0/2 എന്നുള്ള ഡിജിറ്റ് ആയിട്ട് അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 50 മില്ലിസ്മെൽ സ്കെയിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വാട്ട് ഈസ് ദ ഡ്രഗ് സ്ട്രെങ്ത് ഓഫ് ദ 0/1 പൊട്ടൻസി? 0/1 പൊട്ടൻസിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്? 0/1 പൊട്ടൻസിന്റെ മദർ പൊട്ടൻസി അല്ല, മദർ പൊട്ടൻസി എന്നാണ് നമ്മൾ 0/1 പൊട്ടൻസി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ മദർ പൊട്ടൻസിന്ന് ഫസ്റ്റ് ഉണ്ടാക്കുന്ന പൊട്ടൻസിയാണ് 0/1 പൊട്ടൻസി. ഈ 0/1 പൊട്ടൻസിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്? 1/5 into 10⁻10. That is the drug strength of 0/1 potency. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സെന്റിസ്മെൽ സ്കെയില് ഹാനിമാൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 5th എഡിഷനിലാണ്. 50 മില്ലിസ്മെൽ വരുമ്പോൾ അതും ഹാനിമാൻ ആണ്. അത് 6th എഡിഷനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രണ്ടും അഫോറിസം 270 മെൻഷൻ ചെയ്തിട്ടുള്ളത്. സെന്റിസ്മെലിന്റെ റേഷ്യോ 1:99 ആണെന്നുള്ളത് ഓർക്കുക. ഡെസിമൽ സ്കെയില് ഹെറിംഗ് ആണ് കൊണ്ടുവന്നത്. 1:9 ആണെന്ന് ഓർക്കുക. പിന്നെ ഡോക്ടർ വെഗസ്മെയർ ഈ ഡെസിമൽ സ്കെയിലിനെ കുറിച്ച് പറഞ്ഞത് 1836 ഇയർ ഓർത്ത് വെക്കുക. പിന്നെ 50 മില്ലിസ്മെൽ പറഞ്ഞു ഹാനിമാൻ ആണ്. 6th എഡിഷനിൽ അഫോറിസം 270 മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പിയറി ഷ്മിത്ത് ആണ് അതിനെ അങ്ങനെ ടേം ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞു അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന പല മെത്തേഡ്സ്, മെയിൻലി 4 രീതിയിൽ നമുക്കതിനെ നമുക്ക് എഴുതാൻ സാധിക്കും. 0/2 എന്നുള്ളതിനെ നമുക്ക് റോമൻ ലെറ്റേഴ്സിൽ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം ഡിനോട്ട് ചെയ്തിട്ട് നമുക്ക് ഡിജിറ്റ്സ് ആയിട്ട് റോമൻ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ദ ഡ്രഗ് സ്ട്രെങ്ത് ഓഫ് 0/1 പൊട്ടൻസി? എത്രയായിരുന്നു ഡ്രഗ് സ്ട്രെങ്ത്? 10⁻10. ഓക്കെ, ഇനി നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് 50 മില്ലിസ്മെൽ പൊട്ടൻസി ആണ്. അതായത് നമുക്ക് ഈ 50 മില്ലിസ്മെൽ പൊട്ടൻസി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് 3 ഘട്ടങ്ങളായിട്ടാണ് അത് പോകുന്നത്, 3 സ്റ്റേജസ് ആയിട്ട്. അതിൽ ആദ്യം നമ്മളൊരു മദർ പൊട്ടൻസി ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ ഈ മദർ പൊട്ടൻസിന്ന് 0/1 പൊട്ടൻസി ഉണ്ടാക്കുന്നു. 0/1 പൊട്ടൻസി ഉണ്ടാക്കിയിട്ട് ഈ 0/1 പൊട്ടൻസിന്ന് അടുത്ത ഹയർ പൊട്ടൻസീസ്, അതായത് 0/2, 0/3 ഇങ്ങനെയുള്ള നെക്സ്റ്റ് ഹയർ പൊട്ടൻസീസ് 0/1 പൊട്ടൻസി എന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 0/1 പൊട്ടൻസി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിനാദ്യം ഒരു മദർ പൊട്ടൻസി നമ്മൾ ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ആ മദർ പൊട്ടൻസി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഏത് ഡ്രഗ് ആണോ വേണ്ടത് ആ ഡ്രഗിനെ നമ്മൾ ഷുഗർ ഓഫ് മിൽക്കുമായിട്ട് ട്രൈച്ചുറേറ്റ് ചെയ്തിട്ട് 3C പൊട്ടൻസി ഉണ്ടാക്കുന്നു. ഓക്കെ, ഫസ്റ്റ് 3C പൊട്ടൻസി പ്രിപ്പയർ ചെയ്യുന്നു. ട്രൈച്ചുറേറ്റ് ദ ഡ്രഗ് വിത്ത് ഷുഗർ ഓഫ് മിൽക്ക് ടു പ്രിപ്പയർ 3C പൊട്ടൻസി. അതിനുശേഷം ഈ 3C പൊട്ടൻസിയിൽ 1 ഗ്രെയിൻ എടുത്തിട്ട് അതിനെ നമ്മൾ ഒരു മിശ്രിതം, ആ മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്? മിക്സ്ചർ ഓഫ് 1 part of dispensing alcohol and 4 part of purified water. അതായത് 4 parts പ്യൂരിഫൈഡ് വാട്ടറിൽ 1 part ഡിസ്പെൻസിങ് ആൽക്കഹോൾ മിക്സ് ചെയ്ത ഒരു മിക്സ്ചർ ഉണ്ട്. ഈ മിക്സ്ചറിന്റെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മിക്സ്ചറിന്റെ 500 drops ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 25 milliliter. സോ ഇതിൽ നിന്ന് ഒരു 500 drops, അതായത് 25 milliliter നമ്മൾ എടുത്തിട്ട് എങ്ങനെയാണ് 0/1 മദർ പൊട്ടൻസി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? 500 drops ഓഫ് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സ്ചർ. ആ മിക്സ്ചറിൽ എന്തൊക്കെയാ ഉള്ളത്?
4 പാർട്ട് ഓഫ് എന്താണ് പ്യൂരിഫൈഡ് വാട്ടറും 1 പാർട്ട് ഡിസ്പെൻസിങ് ആൽക്കഹോളും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു മിക്സ്ചർ ഉണ്ട്. ഈ മിക്സ്ചറിന്റെ എത്ര ഡ്രോപ്സിലേക്കാണ് 1 ഗ്രെയിൻ ആഡ് ചെയ്യുന്നത്? 500 ഡ്രോപ്സ്. അതായത് 500 ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. 500 ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ 25 ml ആണ്. അതായത് 25 ml ലോട്ടാണ് നമ്മൾ പറയുമ്പോൾ 500 ഡ്രോപ്സ് എന്ന് തന്നെ പഠിക്കും. പക്ഷെ അത് മൈൻഡിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏകദേശം 25 ml ആണ് അത് ഉദ്ദേശിക്കുന്നത്. അത്രയും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 ഗ്രെയിൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പൊട്ടൻസിയില് 3C പൊട്ടൻസി, ആ 3C പൊട്ടൻസിയുടെ 1 ഗ്രെയിന് ഈ മിക്സ്ചറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുവാണ്. അതിന്റെ 1 ഗ്രെയിൻ എടുത്തിട്ട് ഈ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡ്രൈ ടൈച്ചുറേഷൻ ആയിരുന്ന ഈ ഒരു സാധനത്തിനെ നമ്മൾ ലിക്വിഡ് ഫോമിലേക്ക് ആക്കി മാറ്റി കഴിഞ്ഞു. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഡ്രഗ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ ലിക്വിഡ് പൊട്ടൻസിയിലേക്ക് ആകണം. അതാണ് നമ്മൾ മദർ പൊട്ടൻസി എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മദർ പൊട്ടൻസി ഓർ LM പൊട്ടൻസി നമ്മൾ ഉണ്ടാക്കുവാണ്. അപ്പൊ ആദ്യം എന്താണ്? ഷുഗർ ഓഫ് മിൽക്ക് ഉപയോഗിച്ച് ഫസ്റ്റ് ട്രൈച്ചുറേഷൻ തന്നെ ചെയ്യും. നമ്മൾ ഏത് ഡ്രഗിനെയാണ് നമുക്ക് 50 മില്ലിസ്മൽ ആക്കേണ്ടത്, ആ ഡ്രഗിനെ നമ്മൾ ആദ്യം ട്രൈച്ചുറേറ്റ് ചെയ്ത് അതിന്റെ 3C പൊട്ടൻസി കൊണ്ടുവരിക. സോ ആ 3C പൊട്ടൻസിന്റെ സ്റ്റേറ്റിൽ അതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, പൗഡർ ഫോമിലല്ലേ ഇരിക്കുന്നത്. അതിനെ നമ്മൾ അടുത്ത് ലിക്വിഡ് ആക്കണമെങ്കിൽ ഒരു ലിക്വിഡിലേക്ക് അതിനെ മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ 3Cന്റെ 1 ഗ്രെയിൻ നമ്മൾ എടുത്തിട്ട് 500 ഡ്രോപ്സ് ഓഫ് എ മിക്സ്ചർ, ആ മിക്സ്ചറിൽ എന്തൊക്കെയാ ഉള്ളത്? 1 പാർട്ട് ഓഫ് ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആൻഡ് 4 പാർട്സ് ഓഫ് പ്യൂരിഫൈഡ് വാട്ടർ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഡ്രൈയെ നമ്മൾ ലിക്വിഡ് ആക്കി മാറ്റുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മദർ പൊട്ടൻസി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അടുത്ത മദർ പൊട്ടൻസി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് മദർ പൊട്ടൻസി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് പൊട്ടൻസി ആയിട്ടുള്ള 0.1 പൊട്ടൻസി നമുക്ക് ഉണ്ടാക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മദർ പൊട്ടൻസിന്റെ ഒരേ ഒരു ഡ്രോപ്പ് മാത്രം എടുത്തിട്ട് നമ്മളൊരു ഗ്ലാസ് വയാലിലേക്ക് പുട്ട് ചെയ്യുവാണ്. അതായത് ഒരു ഡ്രോപ്പ് ഒരു ഗ്ലാസ് വയാലിൽ എടുക്കുവാണ്. എന്നിട്ട് അതിലേക്ക്, അതായത് ഈ ഗ്ലാസ് വയാലിന്റെ ഏകദേശം 3/2 പാർട്സും നമ്മൾ എന്തുകൊണ്ട് നിറയ്ക്കുവാണ്? 100 ഡ്രോപ്സ് ഓഫ് പ്യുവർ ആൽക്കഹോൾ കൊണ്ട് നമ്മൾ നിറയ്ക്കുവാണ്. ഓക്കെ, അപ്പം 1 ഡ്രോപ്പ് ഓഫ് മദർ പൊട്ടൻസി ഒരു ഗ്ലാസ് വയാലിലേക്ക് എടുത്തിട്ട് ആ ഗ്ലാസ് വയാലിന്റെ 2/3 പാർട്സ് നമ്മൾ പ്യുവർ ആൽക്കഹോൾ, 100 ഡ്രോപ്സ് ഓഫ് പ്യുവർ ആൽക്കഹോൾ നമ്മൾ എന്താ പറയാ അതിലേക്ക് പോർ ചെയ്യുവാണ്. ഓക്കെ, അതിനുശേഷം ഇപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് വയാലിനകത്ത് നമ്മളിപ്പോ പ്യുവർ ആൽക്കഹോൾ വിത്ത് 1 ഡ്രോപ്പ് ഓഫ് മദർ പൊട്ടൻസി ഇപ്പൊ ഇരിപ്പുണ്ട്. ഇതിനെ നമ്മൾ 100 ടൈംസ് നന്നായിട്ട് സക്കസ് ചെയ്യാം. ഈ സക്കഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.1 പൊട്ടൻസി കിട്ടി. സോ 0.1 പൊട്ടൻസി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് മദർ പൊട്ടൻസി കിട്ടണം. മദർ പൊട്ടൻസി ഉണ്ടാക്കുന്ന മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മദർ പൊട്ടൻസിയിൽ നിന്ന് ആ മദർ പൊട്ടൻസിന്റെ ഒരേ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് അത് 100 ഡ്രോപ്സ് ഓഫ് പ്യുവർ ആൽക്കഹോൾ, ഇത് എടുക്കുന്നത് ഒരു ന്യൂട്രൽ ഗ്ലാസ് വയാലില് അതിന്റെ ഒരു 1/4 ഭാഗത്തോളം നിറയുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് എടുക്കാൻ. നിറയുന്ന രീതിയിൽ പ്യുവർ ആൽക്കഹോൾ എടുക്കുന്നു, 100 ഡ്രോപ്സ് ഓഫ് പ്യുവർ ആൽക്കഹോൾ. അതിലേക്ക് നമുക്ക് ഒരേ ഒരു ഡ്രോപ്പ് മാത്രമാണ് മദർ പൊട്ടൻസി ആഡ് ചെയ്യുന്നത്. എന്നിട്ട് 100 ടൈംസ് സക്കസ് ചെയ്ത് കഴിയുമ്പോൾ 0.1 പൊട്ടൻസി കിട്ടുന്നു. ഇനി 0.1 പൊട്ടൻസി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഹയർ പൊട്ടൻസീസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് 0.1 കിട്ടിക്കഴിഞ്ഞു. 0.1ന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, എത്രയായിരുന്നു? 1/5 × 10⁻10. 1/5 × 10⁻10 എന്ന് പറയുന്ന ഡ്രഗ് സ്ട്രെങ്ത് ആണ് 0.1നുള്ളത്. അപ്പൊ 0.1 പൊട്ടൻസി നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഹയർ പൊട്ടൻസി, അതായത് 0.2, 0.3 ഇങ്ങനെയുള്ള നെക്സ്റ്റ് ഹയർ പൊട്ടൻസീസ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാതെ നോക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോക്ക് ഫ്യൂ ഗ്ലോബ്യൂൾസ്, അതായത് നമ്മൾ മുമ്പേ നമ്മൾ ഉണ്ടാക്കി വെച്ച 0.1 പൊട്ടൻസി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 0.1 പൊട്ടൻസി ഉപയോഗിച്ച് വേണം നമുക്കിനി അടുത്ത ഹയർ പൊട്ടൻസി ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്ലോബ്യൂൾസ് എടുക്കും. കുറച്ച് ഗ്ലോബ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്ലോബ്യൂൾസ് എന്ന് വെച്ചാൽ ഒരു 65 mg വെയിറ്റിൽ നമ്മൾ കുറച്ച് ഗ്ലോബ്യൂൾസ് എടുക്കുകയാണ്. ഈ ഗ്ലോബ്യൂൾസ് എടുത്തു കഴിയുമ്പോൾ ഈ ഗ്ലോബ്യൂൾസിനെല്ലാം ഒരേപോലത്തെ സൈസ് ആയിരിക്കണം. ഒന്ന് വലുത് ഒന്ന് ചെറുതല്ല. നമ്മൾ എടുക്കുന്ന സൈസ് ഇപ്പം ഗ്ലോബ്യൂൾസ് എന്ന് പറയുമ്പോൾ 40ക്ക് താഴെയുള്ള സൈസാണ് നമ്മൾ ഗ്ലോബ്യൂൾസ്. ഇപ്പൊ
സൈസ് 30 ആണ് നമ്മൾ എടുക്കണമെങ്കിൽ എല്ലാം സൈസ് 30 തന്നെ ആയിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഗ്ലോബ്യൂൾസ് നമ്മൾ എടുത്തു. ഒരു 65 mg വെയിറ്റ് വരുന്ന രീതിയിൽ 100 ഗ്ലോബ്യൂൾസ് നമ്മൾ എടുക്കുവാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിനു മുമ്പുള്ള നമ്മൾ ഉണ്ടാക്കിയ 0.1 പൊട്ടൻസിന്റെ ഒരു ഡ്രോപ്പ് അതിലേക്ക് ഒഴിക്കുവാണ്. ഒഴിച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, നന്നായിട്ട് ഡ്രൈ ചെയ്യുവാണ്. എന്നിട്ട് ഈ ഡ്രൈ ചെയ്ത ഇപ്പൊ നമ്മൾ എടുത്ത ഈ ഗ്ലോബ്യൂളിനെ ഈ ഡ്രൈ ചെയ്തുന്ന ഒരു ഗ്ലോബ്യൂൾ എടുത്തിട്ട് ഈ ഒരു ഗ്ലോബ്യൂളിനെ നമ്മൾ ഒരു ഗ്ലാസ് വയാലിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്യൂരിഫൈഡ് വാട്ടർ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലോബ്യൂൾ അപ്പൊ നമ്മള് 0.1 പൊട്ടൻസി ഉണ്ടാക്കിയല്ലോ. ഈ 0.1 പൊട്ടൻസിന്റെ ഒരു ഡ്രോപ്പ് നമ്മൾ കുറച്ച് ഗ്ലോബ്യൂൾസ് എടുത്തിട്ട്, കുറച്ച് ഗ്ലോബ്യൂൾസ് എന്ന് പറയുമ്പോൾ 100 ഗ്ലോബ്യൂൾസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്, എടുത്തിട്ട് അതിലേക്ക് ഈ 0.1ന്റെ ഒരു ഡ്രോപ്പ് ഒഴിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലോബ്യൂൾ മാത്രം എടുത്തിട്ട് അതിനെ നമ്മൾ പ്യൂരിഫൈഡ് ഒരു ഫിയാലിൽ എടുത്തിട്ട് പ്യൂരിഫൈഡ് വാട്ടർ മിക്സ് ചെയ്ത് അതിനെ ഡിസോൾവ് ചെയ്യുവാണ്. എന്നിട്ട് 100 ഡ്രോപ്സ് ഓഫ് ഡിസ്പെൻസിങ് ആൽക്കഹോൾ അതിലേക്ക് ഒഴിച്ചിട്ട് 100 സ്ട്രോങ് സക്കഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ 0.2 പൊട്ടൻസി ആവും. ഇതേ പ്രോസസ്സ് തന്നെ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 0.3, 0.4 അങ്ങനെ നമുക്ക് ഹയർ പൊട്ടൻസീസ് എല്ലാം തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമുക്ക് ഈ ഒരു എന്തിൽ പറയാനുള്ളത്, നമ്മുടെ 50 മില്ലിസ്മലിന്റെ ഒരു പ്രിപ്പറേഷനിൽ പറയാനുള്ളത്. ഫസ്റ്റ് മദർ പൊട്ടൻസി ഉണ്ടാക്കുന്നു. മദർ പൊട്ടൻസിക്ക് ആദ്യം ഡ്രഗിനെ ടൈച്ചുറേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ 3C പൊട്ടൻസി വരെ ടൈച്ചുറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ 3C പൊട്ടൻസിയിലെ ഒരു ഗ്രെയിൻ എടുത്തിട്ട് അതിനെ 500 ഡ്രോപ്സ് ഓഫ് എ മിക്സ്ചർ, ആ മിക്സ്ചർ കണ്ടെയ്ൻസ് എന്തൊക്കെയാണ്, 1 പാർട്ട് ഓഫ് ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആൻഡ് 4 പാർട്ട് ഓഫ് പ്യൂരിഫൈഡ് വാട്ടർ. ആ ഒരു മിക്സ്ചറിന്റെ എന്താ പറയുക 500 ഡ്രോപ്സിലേക്ക് 3Cന്റെ ഒരു ഗ്രെയിൻ നമ്മൾ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡ്രൈ ടൈച്ചുറേഷൻ എന്തായിട്ട് മാറി, ലിക്വിഡ് ആയിട്ട് മാറി. അപ്പോൾ അത് മദർ പൊട്ടൻസി ആയി കഴിഞ്ഞു. ഇനി മദർ പൊട്ടൻസിയിൽ നമുക്ക് 0.1 ഉണ്ടാക്കാനായിട്ട് ഈ മദർ പൊട്ടൻസിയുടെ ഒരു ഡ്രോപ്പ് നമ്മൾ എടുത്തിട്ട് ഒരു ഗ്ലാസ് വയാലിൽ എടുത്തിട്ട് അതിൽ 2/3 പാർട്ട് നിറയുന്ന രീതിയിൽ നമ്മൾ പ്യുവർ ആൽക്കഹോൾ ഒഴിച്ചതിന് ശേഷം 100 സ്ട്രോങ് സക്കഷൻസ് കൊടുക്കുക. 0.1 പൊട്ടൻസി ആയി. ഇനി ഹയർ പൊട്ടൻസീസ് ഉണ്ടാക്കാൻ ഈ എന്താ പറയാ കുറച്ച് യൂണിഫോം സൈസുള്ള ഗ്ലോബ്യൂൾസ് എടുത്തിട്ട്, അതായത് എന്താ പറയാ 65 mg, അതായത് 100 ഗ്ലോബ്യൂൾസ് ഓഫ് ഈക്വൽ സൈസ് നമ്മൾ എടുത്തിട്ട് അതിൽ ഓരോ ഗ്ലോബ്യൂളിന് അതിൽ നിന്ന് ഒരു ഗ്ലോബ്യൂൾ എടുത്ത് ആ ഗ്ലോബ്യൂളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഓഫ് പ്രീവിയസ് പൊട്ടൻസി, അതായത് 0.1 പൊട്ടൻസി ആണെങ്കിൽ 0.1 പൊട്ടൻസി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ ഗ്ലോബ്യൂൾസിനെല്ലാം നമ്മൾ നല്ലപോലെ ഡ്രൈ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ഗ്ലോബ്യൂൾ ഒരു ഫിയാലിൽ എടുത്തിട്ട് അതിലേക്ക് പ്യൂരിഫൈഡ് വാട്ടർ മിക്സ് ചെയ്ത് അതിനെ ഒന്ന് എന്താ പറയുക ഇന്ന ഡ്രോപ്പ്, അതായത് ഒരു ഡ്രോപ്പ് തന്നെ പ്യൂരിഫൈഡ് വാട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ 100 ഡ്രോപ്സ് ഓഫ് ഡിസ്പെൻസിങ് ആൽക്കഹോൾ പിന്നെയും ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 100 സ്ട്രോങ് സക്കഷൻസ് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഹയർ പൊട്ടൻസീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ 0.1 പൊട്ടൻസിയിൽ നമ്മൾ പ്യൂരിഫൈഡ് വാട്ടർ ഒന്നും യൂസ് ചെയ്തില്ല. ഡയറക്റ്റ് തന്നെ മദർ പൊട്ടൻസിയിൽ 100 ഡ്രോപ്സ് ഓഫ് പ്യുവർ ആൽക്കഹോൾ മിക്സ് ചെയ്ത് സക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഹയർ പൊട്ടൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, അവിടെ നമ്മൾ പ്യുവർ ആൽക്കഹോൾ അല്ല, പ്യൂരിഫൈഡ് വാട്ടർ ആദ്യം ഒരു ഗ്ലോബ്യൂൾ എടുത്തിട്ട് അതിനെ പ്യൂരിഫൈഡ് വാട്ടറിൽ നമ്മൾ ഒന്ന് ഡിസോൾവ് ചെയ്തിട്ട് ഡ്രോപ്പ് ഓഫ് പ്യൂരിഫൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ 100 ഡ്രോപ്സ് ഓഫ് ഡിസ്പെൻസിങ് ആൽക്കഹോൾ ഒഴിച്ചിട്ടാണ് ഹയർ പൊട്ടൻസി. അപ്പം 0.1 നമ്മൾ പ്യുവർ ആൽക്കഹോൾ ഉപയോഗിക്കുന്നു. 0.2, 3 അങ്ങനെയുള്ള ഹയർ പൊട്ടൻസിയിൽ നമ്മൾ ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 50 മില്ലിസ്മലിന്റെ എന്താ പറയാ പ്രിപ്പറേഷൻ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ട്രൈച്ചുറേഷൻ. എന്താണ് ട്രൈച്ചുറേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രൈച്ചുറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഏത് സ്കെയിൽ, ഇപ്പൊ നമ്മൾക്ക് ഡെസിമൽ സ്കെയിലാണെങ്കിൽ ഡെസിമൽ സ്കെയിൽ, ഇനി സെന്റിസിമൽ ആണെങ്കിൽ സെന്റിസിമൽ, നമുക്ക് ഏത് സ്കെയിലാണോ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആ സ്കെയിൽ, അക്കോർഡിംഗ് ടു ദാറ്റ് സ്കെയിൽ നമ്മൾ ഡ്രഗും അതുപോലെ ഷുഗർ ഓഫ് മിൽക്ക് ആണ് ട്രൈച്ചുറേഷന് യൂസ് ചെയ്യുന്നത്. ഷുഗർ ഓഫ് മിൽക്ക് നമ്മൾ എടുക്കുവാണ്. അതിന് എടുക്കുന്നത് എന്താണ്, നമ്മൾ അൺഗ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു പോർസിലിൻ മോർട്ടാറിൽ ഈ പറഞ്ഞ ഡ്രഗും ഷുഗർ ഓഫ് മിൽക്കും നമ്മൾ ഏത് സ്കെയിൽ വെച്ചിട്ടാണോ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കെയിലിന്റെ റേഷ്യോയിൽ നമ്മൾ എടുക്കുവാണ്. അതിനുശേഷം ഈ ഷുഗർ ഓഫ് മിൽക്ക്, നമ്മൾ എടുക്കുന്ന ഷുഗർ ഓഫ് മിൽക്കിനെ നമ്മൾ 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 3 പാർട്സ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്.
ഓരോ പാർട്ടും ഓരോ പ്രോസസ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ആൻഡ് മൊത്തത്തില് നമ്മുടെ ഈ ഒരു ട്രൈച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കഴിയാനായിട്ട്, അതായത് മൊത്തത്തിൽ ചെയ്ത് കഴിയാനായിട്ട് 1 hour ടൈമാണ് എടുക്കുന്നത്. ഓരോ സ്റ്റേജിലും 20 മിനിറ്റ്സ് വെച്ചിട്ട് 3 സ്റ്റേജ് ആയിട്ടാണ് എന്ത് കഴിയുന്നത്, ഈ ഒരു ട്രൈച്ചുറേഷൻ കഴിയുന്നത്. ഓരോ സ്റ്റേജിലും നമ്മൾ മാറ്റിവെച്ച് 3ആയിട്ട് മാറ്റിവെച്ച് ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോ പാർട്ട് ഷുഗർ ഓഫ് മിൽക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ. ഇനി ഓരോ സ്റ്റേജിനെയും 2 സബ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 സബ് സ്റ്റേജസ് ആണ്. അപ്പൊ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. അതിൽ ആദ്യത്തെ 10 മിനിറ്റ് ഒരു സബ് സ്റ്റേജ്, അടുത്ത 10 മിനിറ്റ് മറ്റൊരു സബ് സ്റ്റേജ് ആണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഈ സബ് സ്റ്റേജ്? ആദ്യത്തെ 10 മിനിറ്റ് നമുക്ക് ഗ്രൈൻഡിങ് ഓർ പൾവറൈസിങ്. ഓക്കെ. അതാണ് ആദ്യത്തെ സബ് സ്റ്റേജ്. അതില് ആദ്യത്തെ 10 മിനിറ്റിൽ ആദ്യത്തെ 6 മിനിറ്റ് ഗ്രൈൻഡിങ് ഓർ പൾവറൈസിങ് ചെയ്യും. അതിനുശേഷം സ്ക്രാപ്പിംഗ് ആൻഡ് മിക്സിംഗ് ആണ് അടുത്ത 4 മിനിറ്റ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് 10 മിനിറ്റ് വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ. അപ്പൊ അതാണ് ട്രൈച്ചുറേഷൻ. അപ്പൊ ട്രൈച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗും ഷുഗർ ഓഫ് മിൽക്കും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സ്കെയിൽ നമ്മൾ അത് എടുക്കുന്നു, മെഷർ ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഷുഗർ ഓഫ് മിൽക്കിനെ നമ്മൾ 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഓൾ പ്രോസസ്സ് കഴിയാൻ 1 hour ടൈം എടുക്കും. ആൻഡ് ഈച്ച് സ്റ്റേജ് കൺസ്യൂംസ് 20 മിനിറ്റ്സ്. ആൻഡ് ഈ ഓരോ സ്റ്റേജിലും ഓരോ പാർട്ട് ഷുഗർ ഓഫ് മിൽക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേജിനെയും 2 സബ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ സബ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ്, പൾവറൈസ് ചെയ്തത്. ഓരോ 20 മിനിറ്റിലും ആദ്യത്തെ 6 മിനിറ്റ് എന്താ പറയാ, നമുക്ക് ഗ്രൈൻഡിങ്, പിന്നെ അടുത്ത 4 മിനിറ്റ് സ്ക്രാപ്പിംഗ് ആൻഡ് മിക്സിംഗ് ആണ്. അടുത്ത പിന്നെയും 10 മിനിറ്റിൽ അടുത്ത വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ടോട്ടൽ ഫുൾ അതൊന്ന് ട്രൈച്ചുറേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ 1 hour എടുക്കും. ഇനി അക്കോർഡിംഗ് ടു ഓർഗനോൺ ഓഫ് മെഡിസിൻ നമ്മൾ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3:3:3. ഓക്കെ. അതായത് നമ്മൾ ഷുഗർ ഓഫ് മിൽക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു റേഷ്യോ 3:3:3 തന്നെയാണ് ഓർഗനോൺ ഓഫ് മെഡിസിൻ പറയുന്നത്. പ്ലംബത്തിനെ നമ്മൾ ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെസ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമേ പ്ലംബത്തിനെ നമ്മൾ ട്രൈച്ചുറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ മെർക്കുറി, ഗ്രാഫൈറ്റിസ്, പ്ലംബം ഇതിനെല്ലാം നമുക്ക് ഡബിൾ ടൈം, അതായത് ഇതെല്ലാം മെറ്റൽസ് ആണ്. സോ ഇതിനെല്ലാം ഡബിൾ ടൈം നമുക്ക് എടുത്ത് മാത്രമേ നമുക്ക് ട്രൈച്ചുറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫെറമെറ്റിൽ അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് പാടില്ല. മോയ്സ്ചർ കണ്ടന്റ് എല്ലാം മാറ്റി നമ്മൾ എടുക്കുന്ന ആ ഒരു പോർസലിൻ മോർട്ടാർ ഉണ്ടല്ലോ അത് വളരെ വാമായിട്ട് കീപ്പ് ചെയ്ത് മാത്രമേ നമുക്ക് ഫെറമെറ്റിനെ ട്രൈച്ചുറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറച്ച് എക്സെപ്ഷണൽ കേസ് നമ്മൾ ഈ ഒരു ട്രൈച്ചുറേഷൻ ചെയ്യുമ്പോൾ ചില ഡ്രഗ്സിനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ വരുന്ന കുറച്ച് പ്ലംബം മെറ്റ്, മെർക്കുറി, ഗ്രാഫൈറ്റിസ് ഇങ്ങനെയുള്ള പിന്നെ മെഡിസിൻസ് കൂടാതെ ഫെറമെറ്റിന് മോയ്സ്ചർ കണ്ടന്റ് ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പൊ ഇതാണ് ട്രൈച്ചുറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മോഡിഫൈഡ് പൊട്ടന്റൈസേഷൻ ടെക്നിക്സ് ആണ്. മോഡിഫൈഡ് പൊട്ടന്റൈസേഷനിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് പൊട്ടന്റൈസേഷൻ? എന്താണ് പൊട്ടന്റൈസേഷൻ? പറയൂ. എന്താണ് പൊട്ടന്റൈസേഷൻ എന്ന് പറയുന്നത്? ആ ഒരു സബ്സ്റ്റൻസിന്റെ ക്യൂറേറ്റീവ് പ്രോപ്പർട്ടി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്. ആ ഒരു സബ്സ്റ്റൻസിന്റെ ക്യൂറേറ്റീവ് പ്രോപ്പർട്ടി, ലേറ്റന്റ് ആയിട്ട് കിടക്കുന്ന ക്യൂറേറ്റീവ് പ്രോപ്പർട്ടീസ് ആക്റ്റീവ് ആകാനുള്ള ഒരു പ്രോസസ്, ഫിസിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടന്റൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും അതിന്റെ പൊട്ടൻസി നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മെഡിസിനൽ എഫക്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വന്നേ പറ്റുള്ളൂ? ഈ പറഞ്ഞ പോലെ പൊട്ടന്റൈസേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. പൊട്ടന്റൈസേഷനെ കുറച്ച് മോഡിഫൈഡ് പൊട്ടന്റൈസേഷൻ ടെക്നിക്സ് പറയുന്നുണ്ട്. ആ മോഡിഫൈഡ് പൊട്ടന്റൈസേഷൻ ടെക്നിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കൊർസക്കോഫ് പൊട്ടൻസി. എന്താണ് കൊർസക്കോഫ് പൊട്ടൻസി? അതിലെങ്ങനെയാ പൊട്ടന്റൈസേഷൻ ചെയ്യുന്നത്? ഒരു സിംഗിൾ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂളിനെ നമ്മൾ അതായത് ഒരു സിംഗിൾ ഒരേ ഒരു ഗ്ലോബ്യൂൾ, ആ ഗ്ലോബ്യൂളിൽ നമ്മൾ ഒരു മെഡിസിൻ അതിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ടെന്ന് കരുതുക. ആ ഗ്ലോബ്യൂളിനെ നമ്മൾ ഒരു തരത്തിലുള്ള മെഡിസിനൽ കണ്ടന്റും ഇല്ലാത്ത കുറച്ച് ഗ്ലോബ്യൂൾസുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് ഈ ഒറ്റ ഗ്ലോബ്യൂളിൽ ഉണ്ടാവുന്ന മെഡിസിന്റെ എഫക്ട്സ് എല്ലാം അതിലേക്ക് ട്രാൻസ്ഫർ ആകുമെന്നാണ് കൊർസക്കോഫ് പൊട്ടൻസി പറയുന്നത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു സിംഗിൾ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂളിനെ നമ്മൾ നോൺ മെഡിക്കേറ്റഡ് കുറെ നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബ്യൂൾസിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെഡിസിനൽ പവർ എല്ലാം ഈ നോൺ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾസിലേക്ക് കൂടെ ട്രാൻസ്ഫർ ആകുമെന്നാണ് കൊർസക്കോഫ് പൊട്ടൻസീസിൽ പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് പൊട്ടൻസിയാണ് ജെനീഷ്യൻ പൊട്ടൻസീസ് എന്ന് പറയുന്നത്. ജെനീഷ്യൻ പൊട്ടൻസി എന്ന് പറയുമ്പോൾ വിസ്മർ ആണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിലെന്താണ് അദ്ദേഹം പറയുന്നത്, ഈ ഒരു ജെനീഷ്യൻ എന്ന് പറയുന്ന വ്യക്തി അല്ല ഈ ഒരു വിസ്മർ എന്ന് പറയുന്ന വ്യക്തി എന്താണ് അതിൽ പറയുന്നത്, ഫർദർ അറ്റൻവേഷൻ ഈസ് നോട്ട് നെസസറി ഫോർ ഡൈനമൈസേഷൻ ഓഫ് ദ മെഡിസിൻ ബട്ട് കണ്ടിന്യൂസ് സക്കഷൻ വിത്തൗട്ട് ഡൈലൂഷൻ ഈസ് സഫിഷ്യൻറ്റ്. നമ്മൾ ഒരു മെഡിസിനെ ഡൈനമൈസ് ചെയ്യാൻ അതിനെ കൂടുതൽ അറ്റൻവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ സക്കസ് ചെയ്താൽ മാത്രം മതി. സക്കസ് ചെയ്യുമ്പോൾ അതിന്റെ മെഡിസിനൽ എഫക്ട്സ് എല്ലാം പുറത്തേക്ക് വരുമെന്നാണ് ജെനീഷ്യൻ അങ്ങനെയുള്ള പൊട്ടൻസീസ് ആണ് ജെനീഷ്യൻ പൊട്ടൻസീസ്. അത് അന്നാണ് വിസ്മർ പറഞ്ഞത്. ഓക്കെ, അതായത് അദ്ദേഹത്തിന് അക്കോർഡിംഗ് ടു വിസ്മർ അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു മെഡിസിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് സ്ട്രോക്സ് ഗീവൺ. അതായത് ഒരു മെഡിസിന്റെ സ്ട്രെങ്ത് കൂടണമെങ്കിൽ അത് എത്രത്തോളം നമ്മൾ സക്കസ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് അതിന്റെ സ്ട്രെങ്ത് കൂടും. ഡയറക്ട്ലി പ്രപ്പോർഷണൽ മീൻസ് സ്ട്രെങ്ത് കൂടുമ്പോൾ എന്താണ് സിമിലർ ആയിട്ട് തന്നെ ആ ഒരു എന്താ പറയാ സ്ട്രോക്സ് കൊടുക്കുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഒരുപാട് സ്ട്രോക്സ് നമ്മൾ കൊടുത്താൽ ആ രീതിക്ക് തന്നെ അത്രയും നമ്മൾ കൊടുക്കുന്ന സ്ട്രോക്സിനനുസരിച്ചിട്ട് അതിലുള്ള ഡ്രഗിന്റെ സ്ട്രെങ്തും കൂടുന്നു. അതാണ് ജെനീഷ്യൻ പൊട്ടൻസിയിൽ പറയുന്നത്. വിസ്മർ ആണ് കൊണ്ടുവന്നത്. ഡിഗ്രി ഓഫ് സ്ട്രെങ്ത് വാസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് സ്ട്രോക്സ് ഗിവൺ. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു ഡ്രഗിനെ നമ്മൾ ഫർദർ അറ്റൻവേഷന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ എന്താ പറയുക, അതിനെ നമ്മൾ ഡൈനമൈസേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ കുറെ സ്ട്രോക്സ് കുറെ കണ്ടിന്യൂസ് സക്കഷൻസ് തന്നെ കൊടുത്താൽ മതിയാവും, വിത്തൗട്ട് ഡൈലൂഷൻ. അത് തന്നെ സഫീഷ്യന്റ് ആണെന്നാണ് ജെനീഷ്യൻ പൊട്ടൻസീസിൽ വിസ്മർ പറയുന്നത്. ഓക്കെ, ഇനി ഡൺഹാം പൊട്ടൻസി എന്താണ്? ഡൺഹാം പൊട്ടൻസി കരോൾ ഡൺഹാം ആണ്. അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ അബാൻഡന്റ് ആയിട്ടുള്ള കുറച്ച് ഓയിൽ മില്ല് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പൊട്ടൻസീസ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതിന് ഡൺഹാം പൊട്ടൻസിയെ നമ്മൾ ഡി എന്നാണ് സഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഈസ് ഫിങ്സ് കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസി. അത് ബെർണാഡ് ഫിങ്ക് ആണ് കൊണ്ടുവന്നത്. അതായത് ഈ ഫിങ്സ് കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസിയിൽ പറയുന്നത് 1 gram വയാൽ നമ്മൾ ഒരു filled with a hand made 30 C potency subjected to, അതായത് 30 C potency ഡ്രഗ് എടുത്തിട്ട് ഒരു വയാലിൽ എടുത്തിട്ട് 1 gram വയാലിൽ എടുത്തിട്ട് അതിൽ കണ്ടിന്യൂസ് വാട്ടർ ഫ്ലോ കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടിന്യൂസ് വാട്ടർ ഫ്ലോ കൊടുക്കണം. അപ്പൊ വാട്ടറിന്റെ ഫ്ലോയിന്റെ തീവ്രത അനുസരിച്ച് ഇതിനകത്തുള്ള മെഡിസിന്റെ പൊട്ടൻസി കൂടുന്നു എന്നാണ് ഈ ഫിങ്കിന്റെ കണ്ടിന്യൂസ് ഫ്ലിക്ഷൻ പൊട്ടൻസിയിൽ പറയുന്നത്. ദാറ്റ് ഈസ് അവിടെ വാട്ടറിന്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നു. ഓരോ തവണയും വാട്ടർ ഫ്ലോയിന്റെ ആ ഒരു എന്താ പറയാ ഫ്ലോ കൂടുന്ന അനുസരിച്ചിട്ട് അതിനകത്തുള്ള ഡ്രഗിന്റെ ഒരു പൊട്ടൻസിയും ചേഞ്ച് ആവുന്നു, അല്ലെങ്കിൽ ഡ്രഗിന്റെ ഒരു സ്ട്രെങ്തിനും മാറ്റം വരുന്നു എന്നാണ് ബെർണാഡ് ഫിങ്സ് കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസിയിൽ പറയുന്നത്. ഓക്കെ, അപ്പം ബെർണാഡ് ഫിങ്ക് ആണ് അത് കൊണ്ടുവന്നെന്ന് ഓർക്കുക. ആൻഡ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ഒരു ഗ്ലാസ് വയാലിലേക്ക് നമ്മൾ എന്താ പറയാ, ഇങ്ങനെ ഒരു ഗ്ലാസ് വയാലിലേക്ക് നമ്മൾ മെഡിസിനൽ സബ്സ്റ്റൻസ് ഇടുമ്പോൾ ഈ മെഡിസിനൽ സബ്സ്റ്റൻസ് ഈ വയാലുകൂടി ഇത് ഇട്ട് വെക്കുന്ന ഈ ഗ്ലാസ് വയാലിന് കൂടി അതിന്റെ വോൾസിൽ കൂടി ഈ മെഡിസിന്റെ ഒരു എഫക്റ്റ് നിലനിൽക്കുമെന്നാണ് ആര് പറയുന്നത്, ബെർണാഡ് ഫിങ്ക് പറയുന്നത്. അതാണ് ഫിങ്സ് കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്കിന്നേഴ്സ് ഡിസ്കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസി. സ്കിന്നറിന്റെ ഡിസ്കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസി എന്ന് പറയുന്നത് എന്താണ്? അത് തോമസ് സ്കിന്നർ ആണ് ഡെവലപ്പ് ചെയ്തത്. FC ഫ്ലക്ഷൻ സെന്റിസിമൽ, അതായത് FC എന്നുള്ള രീതിയിലാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ എ പ്രോസസ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ പൊട്ടൻസീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട് 2 സാധനങ്ങൾ, ഒന്ന് സ്കിന്നേഴ്സ് ഡിസ്കണ്ടിന്യൂസ് ഫ്ലക്ഷൻ ആണ്, മറ്റത് ഫിങ്കിന്റെ കണ്ടിന്യൂസ് ഫ്ലക്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫ്ലക്ഷനിലാണ് നമ്മൾ വാട്ടർ പോർ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ഒഴിക്കുമ്പോൾ ഈ വാട്ടർ ഫ്ലോ അനുസരിച്ച് ഇതിന്റെ പൊട്ടൻസി റേസ്ഡ് ബൈ 1 degree എന്നാണ് പറയുന്നത്. ആൻഡ് സ്കിന്നറിന്റെ ഡിസ്കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസിയിൽ പറയുന്നത് എന്താണ്?
അത് തോമസ് സ്കിന്നർ ആണ് ഡെവലപ്പ് ചെയ്തത്. പൊട്ടൻസീസ് ആർ ലേബിൾഡ് ആസ് ഫ്ലക്ഷൻ സെന്റിസ്മൽ, ദാറ്റ് ഈസ് FC എന്നാണ് അതിനെ ഡിനോട്ട് നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് സ്വാൻസ് പൊട്ടൻസി. സ്വാൻസ് പൊട്ടൻസിനെ സാമുവൽ സ്വാൻ ആണ് കൊണ്ടുവന്നത്. അതിന് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? യൂസ്ഡ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് പൊട്ടൻസീസ് ആൻഡ് അറ്റനുവേറ്റഡ് ഫോർ ദം. അതായത് പൊട്ടൻസിന്റെ ഒരു ഫ്രാക്ഷണൽ പാർട്ട് മാത്രം എടുത്തിട്ട് അതിനെ അറ്റനുവേഷൻ ചെയ്തിട്ടാണ് സ്വാൻ പൊട്ടൻസീസ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് ഒരു ഡ്രോപ്പ് ടിഞ്ചർ എടുത്തിട്ട് നമ്മൾ 1 m പൊട്ടൻസി ഉണ്ടാക്കുന്നു. അതായത് ടിഞ്ചറിന്റെ 1 ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ 1 m പൊട്ടൻസി കിട്ടുമെന്നും ആൻഡ് ദെൻ 1/10 ഓഫ് എ ഡ്രോപ്പ് ഓഫ് 1 m വുഡ് ബി യൂസ്ഡ് ടു മേക്ക് 10 m. അപ്പൊ 1 m പൊട്ടൻസി ഉണ്ടാക്കാൻ ടിഞ്ചറിന്റെ 1 ഡ്രോപ്പ് ഉപയോഗിക്കുന്നു. പക്ഷെ 10 m പൊട്ടൻസി ഉണ്ടാക്കാൻ സ്വാൻ പൊട്ടൻസിയിലെ 10 m പൊട്ടൻസി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച 1 m തന്നെ 1/10 ഓഫ് എ ഡ്രോപ്പ് മാത്രം, അതായത് ഒരു ഡ്രോപ്പ് എന്നല്ല പറയുന്നത്, 1/10 ഓഫ് എ ഡ്രോപ്പ് എടുത്തിട്ടാണ് നമ്മൾ 10 m ഉണ്ടാക്കുന്നത് ഇൻ സ്വാൻസ് പൊട്ടൻസി. ഓക്കെ, അപ്പൊ സ്വാൻ പൊട്ടൻസി സാമുവൽ സ്വാൻ ആണ്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് പൊട്ടൻസി, ഫ്രാക്ഷണൽ പാർട്ട് കണ്ടോ, 1/10 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ആണ്. സോ ഫ്രാക്ഷണൽ പാർട്ട് മാത്രമാണ് സ്വാൻ പൊട്ടൻസീസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം മദർ ടിഞ്ചറിന്റെ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് 1 m ഉണ്ടാക്കും. പിന്നെ അതിൽ നിന്ന് നമ്മൾ 10 m ഒക്കെ ഉണ്ടാക്കാനായിട്ട് അത് ഈ 1 m ഒരു ഫ്രാക്ഷണൽ പാർട്ടാണ് എടുക്കുന്നത്. 1/10 എടുത്തിട്ട് ഓഫ് എ ഡ്രോപ്പ് എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ 10 m ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ മൾട്ടിപ്പിൾ ഓർ സിംഗിൾ വയാൽ പൊട്ടൻസീസ്. ഇത് ഹാനിമാന്റെ മെത്തേഡ് ഓഫ് ഒരു പൊട്ടൻറ്റൈസേഷൻ, ഹാനിമാനിയൻ മെത്തേഡ് ഓഫ് പൊട്ടൻറ്റൈസേഷൻ ആണ് മൾട്ടിപ്പിൾ ഓർ സിംഗിൾ വയാൽ പൊട്ടൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളത് വെച്ചാൽ ഓരോ സ്റ്റേജ് ഓഫ് പൊട്ടൻറ്റൈസേഷനിലും നമ്മൾ ഒരു പുതിയ ന്യൂ വയാൽ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ആൻഡ് ദിസ് വാസ് ദ മെത്തേഡ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ ആരാണ്? ഡോക്ടർ സാമുവൽ ഹാനിമാൻ. ഹാനിമാൻ തന്നെയാണ് ഒറിജിനലി ഈ ഒരു പൊട്ടൻറ്റൈസേഷൻ ടെക്നിക്കും ഈ ഒരു മോഡിഫൈഡ് പൊട്ടൻറ്റൈസേഷൻ ടെക്നിക്കും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹാനിമാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ഹാനിമാനിയൻ മെത്തേഡ് ഓഫ് പൊട്ടൻറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓരോ എന്താ പറയാ സ്റ്റേജിലും ന്യൂ വയാലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ തന്നെയാണ് മൾട്ടിപ്പിൾ വയാൽ മെത്തേഡ് എന്ന്. മൾട്ടിപ്പിൾ വയാൽ ബിക്കോസ് ഓരോ സ്റ്റേജിലും പുതിയ വയാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ വയാൽസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ വയാൽ മെത്തേഡ് എന്ന് പറയുന്നു. ആൻഡ് സിംഗിൾ വയാൽ പൊട്ടൻസീസ് ആർ ഈസിയർ ആൻഡ് ചീപ്പർ ടു പ്രൊഡ്യൂസ്. ദേ ആർ കോർസക്കോഫ് പൊട്ടൻസി. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ച കോർസക്കോഫ് പൊട്ടൻസി അതൊരു സിംഗിൾ വയാൽ പൊട്ടൻസിയാണ്. അവിടെ നമ്മൾ ഒരൊറ്റ വയാൽ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ പൊട്ടൻസീസും. പക്ഷെ അത് കുറച്ചുകൂടെ ചീപ്പറാണ്. കാരണം വയാലൊക്കെ മേടിക്കാനുള്ള ഒരു എന്താ പറയാ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ വയാല് മേടിക്കണമെങ്കിൽ തന്നെ എന്താ പറയുക, ഈ വയാലിന് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പൊ കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണ് ഈ ഒരു മൾട്ടിപ്പിൾ വയാൽ പൊട്ടൻസി. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കോർസക്കോഫ് പൊട്ടൻസി. കോർസക്കോഫ് പൊട്ടൻസി നമ്മൾ സിംഗിൾ വയാലാണ് യൂസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് മോഡിഫൈഡ് പൊട്ടൻറ്റൈസേഷൻ ടെക്നിക്സ് ഉണ്ട് കോർസക്കോഫ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കോസ്റ്റ് എഫക്റ്റീവ് എന്ന്. അവിടെ നമ്മളൊരു സിംഗിൾ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾ ഈസ് പ്ലേസ്ഡ് അലോങ് വിത്ത് നമ്പർ ഓഫ് എന്താ പറയാ നോൺ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾസ്. അതിന്റെ മെഡിസിനൽ എഫക്ട് ഇതിലേക്ക് കൂടി ട്രാൻസ്ഫർ ആകും എന്നാണ് കോർസക്കോഫിൽ പറയുന്നത്. ഓൾസോ നോൺ ആസ് സിംഗിൾ വയാൽ പൊട്ടൻസി. ദെൻ ജനീഷനിൽ വിസ്മർ എന്താ പറയുന്നത്? നമ്മൾ കണ്ടിന്യൂസ് അറ്റന്വേഷനും ഡൈനാമൈസേഷനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രോക്സ് നമ്പർ ഓഫ് സ്ട്രോക്സ് കൊടുക്കുന്ന അനുസരിച്ചിട്ട് അതിന്റെ സ്ട്രെങ്ത് കൂടുമെന്നാണ് വിസ്മർ പറഞ്ഞത്. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് സ്ട്രെങ്ത് വാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി നേരിട്ട് കൂടുന്നു. അതായത് സ്ട്രെങ്ത് നമ്മൾ സക്കഷൻ കൂട്ടുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കൂടുന്നു, അതാണ് ഉദ്ദേശിച്ചത്. ഡിഗ്രി ഓഫ് സ്ട്രെങ്ത് വാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് സ്ട്രോക്സ് ഗീവൺ. ഡൺഹാമിൽ എന്താണ് ഓയിൽ മില്ല് വെച്ചിട്ടാണ് പൊട്ടൻസീസ് പ്രിപ്പയർ ചെയ്തത്. കരോൾ ഡൺഹാം ആണ് കൊണ്ടുവന്നത്. ഫിങ്സ് കണ്ടിന്യൂസ് എന്താ പറയാ പൊട്ടൻസിയിൽ ബെർണാഡ് ഫിങ്ക് ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 30C പൊട്ടൻസിയിൽ കണ്ടിന്യൂസ് വാട്ടർ ഫ്ലോ കൊടുത്തിട്ട് ഈ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ തവണ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇതിനകത്തുള്ള മെഡിസിന്റെ സ്ട്രെങ്ത് 1 ഡിഗ്രി റൈസ് ചെയ്യുന്നതാണ് ഫിങ്സ് കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസിയിൽ പറയുന്നത്. ആൻഡ് ദിസ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് ദിസ് ഫിങ്സ് കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസി എന്താണ്? വാൾസ് ഓഫ് ഗ്ലാസ് വയാൽ ഹാവ് അബ്സോർബ്ഡ് ദ മെഡിസിനൽ സബ്സ്റ്റൻസ്. അതാണ് ഫിങ്സ് കണ്ടിന്യൂസ് ഫ്ലക്ഷനിൽ പറയുന്നത്. ദെൻ സ്കിന്നേഴ്സ് ഡിസ്കണ്ടിന്യൂസ് ഫ്ലക്ഷൻ പൊട്ടൻസിയിൽ എന്താ പറയുന്നത്? ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ പ്രോസസ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ഫ്ലക്ഷൻ. തോമസ് സ്കിന്നർ ആണ് ഡെവലപ്പ് ചെയ്തത്. ഫ്ലക്ഷൻ സെന്റിസ്മൽ ഓർ FC പൊട്ടൻസി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ്
സ്വാൻസ് പൊട്ടൻസി, സാമുവൽ സ്വാൻ ആണ്. അവിടെയാണ് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് മാത്രം യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് മദർ ടിഞ്ചറിന്റെ 1 ഡ്രോപ്പ് എടുത്ത് 1m ഉണ്ടാക്കുന്നു. 10m ഉണ്ടാക്കാൻ ഈ 1mന്റെ ഫ്രാക്ഷണൽ പാർട്ട് ദാറ്റ് ഈസ് 1/10th ഓഫ് എ ഡ്രോപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മൾട്ടിപ്പിൾ ഓർ സിംഗിൾ വയാൽ പൊട്ടൻസി, സിംഗിൾ വയാൽ ഓൾറെഡി പറഞ്ഞു കോർസക്കോഫ് തന്നെയാണ്. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഹാനുമാനിയൻ മെത്തേഡ് ഓഫ് പൊട്ടൻറ്റൈസേഷൻ ആണ്. അവിടെ നമ്മൾ ഓരോ സ്റ്റേജിലും പൊട്ടൻറ്റൈസേഷന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ ന്യൂ വയാലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വാസ് ഒറിജിനൽ മെത്തേഡ് ഡെവലപ്ഡ് ബൈ ഹാനുമാൻ. ഓൾസോ ഇറ്റ് ഈസ് നോൺ ആസ് ഹാനുമാൻ മൾട്ടിപ്പിൾ വയാൽ മെത്തേഡ്. അതാണ് മൾട്ടിപ്പിൾ ആൻഡ് സിംഗിൾ വയാൽ പൊട്ടൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അക്കോർഡിംഗ് ടു ഓൾഡ് മെത്തേഡ് നോക്കി, ന്യൂ മെത്തേഡ് നോക്കി, പിന്നെ നമ്മൾ സ്കെയിൽസ് ഓഫ് ഡൈനമൈസേഷൻ പഠിച്ചു, ട്രൈച്ചുറേഷൻ പഠിച്ചു, പൊട്ടൻറ്റൈസേഷനിലും പഠിച്ചു. പൊട്ടൻറ്റൈസേഷന്റെ ഡിഫറെന്റ് സ്റ്റേജസ് നമ്മൾ ഡിഫറെന്റ് മോഡിഫൈഡ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഇതിൽ ഞാൻ ഏതെങ്കിലും പോർഷൻ ആർക്കെങ്കിലും എന്താ ക്ലാരിഫൈ ചെയ്യണം? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഡോക്ടറെ. സക്കഷന്റെ ഇതിലേ കുറച്ച് കാര്യങ്ങളില്ലേ സ്ട്രോക്സ് പറയുന്നത്? ആ 50 മില്ലിസ്പെലിന്റെ പോർഷൻ ആണോ ഉദ്ദേശിച്ചേ? അല്ല, ഡോക്ടർ അത് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു സക്കഷൻ. ആ 100 സ്ട്രോക്സ് കൊടുക്കുന്നത്, അത് കുറച്ച് പോയിന്റ്സ് ഉള്ളു, അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ആയത്. ഞാനത് നോട്ട്സ് ആക്കി ഇടാന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട്, അതുകൊണ്ട്. ഓക്കെ, ഞാൻ നോട്ട്സ് ആക്കി ഇടാം. അതിനുശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. അല്ല, ഇത് ഈ വേറൊന്നും പറയണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഇന്ന് എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി നമുക്ക് മെട്രിക് സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ കുറച്ച് ലാബ് ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊന്നും ക്ലാസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ജസ്റ്റ് അതിൽ കുറച്ച് ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പക്ഷെ വരുന്നുണ്ട്. അത് ഞാൻ നോട്ട്സ് ആക്കി ഇന്ന് തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. കൂട്ടത്തിലെ ഈ സക്കഷനും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ ഓക്കെ ഡോക്ടർ. പിന്നെയുണ്ടല്ലോ ഡോക്ടറെ, ഈ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കഹോളിന്റെ പേരുകളെ അത് പറയുന്നില്ലേ ചിലതിലിപ്പോ ഡിസ്പെൻസിങ് ആൽക്കഹോള്, സ്ട്രോങ് ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് പഠിച്ചു, സ്റ്റാഫ് പ്രോസസ്. സ്റ്റാഫ് പ്രോസസ്സിൽ ഏതായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്? അതില് അബ്സല്യൂട്ട് ആൽക്കഹോൾ. 50 മില്ലിസ്മൽ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഏതൊക്കെ ആൽക്കഹോൾ യൂസ് ചെയ്തു? ഏത് ആൽക്കഹോളാ? ഏതൊക്കെയാ? ഡിസ്പെൻസിങ് ആൽക്കഹോളും പ്യുവർ ആൽക്കഹോളും. പ്യുവർ ആൽക്കഹോൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ 0/1 പൊട്ടൻസി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് ആണ് യൂസ് ചെയ്തത്, പ്യുവർ ആൽക്കഹോൾ ആണ് യൂസ് ചെയ്തത് 0/1. പക്ഷേ ഹയർ പൊട്ടൻസീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആണ്. അവിടെ നമ്മൾ അബ്സല്യൂട്ട് അല്ല, ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആണ് 0/2 തൊട്ട് അങ്ങോട്ടുള്ള ഹയർ പൊട്ടൻസീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. 0/1 അബ്സല്യൂട്ട് ഓർ പ്യുവർ ആൽക്കഹോൾ ആണ് യൂസ് ചെയ്തത്. സ്റ്റാഫ് പ്രോസസ്സിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എവിടെയെങ്കിലും പറയുന്നുണ്ടോ? മാസറേഷനിൽ ഏതാ യൂസ് ചെയ്യുന്നത്? സ്ട്രോങ് ആണോ? മാസറേഷനിൽ സ്ട്രോങ് ആൽക്കഹോൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത്, ഈ ഡൗട്ട്സ് എല്ലാം നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇട്ടുതന്നാൽ മതി. ഞാൻ അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് ഇന്ന് തന്നെ സെറ്റ് ആക്കി തരാം. ഓക്കെ, ആ ഒരു ആൽക്കഹോള് അത് ഏതിനൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് അതൊരു, അതായത് ഒരു ടേബിൾ ആക്കി ഇട്ടിരുന്നാ പോരെ? മതി മതി മതി, അതാകുമ്പോ എളുപ്പം. ഓക്കെ, വേറെ ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.